നരകമങ്ങ് ചുവന്നു തൊടുത്തു. വീണ്ടും അല്ലാഹു 1000 കൊല്ലം കത്തിച്ചു. അപ്പോഴേക്കാ നരകം അല്ലാഹുവിന്റെ കൽപ്പന പ്രകാരം വെളുത്തുപോയി. വീണ്ടും അല്ലാഹു 1000 കൊല്ലം കത്തിച്ചു. ആ നരകത്തിന്റെ കത്തിക്കൽ കാരണം ഫസ്വദ്ദത് കറുത്തുപോയി. ഫഇദാ ഹിയ സൗദാഉ മുളിമാ. അതുകൊണ്ട് തന്നെ നരകത്തിന്റെ ഭീകരമായ നിറമെന്ന് പറയുന്നത് അത് കറുത്തതും കൂരിരുട്ട് നിറഞ്ഞതുമാണെന്ന വചനം പ്രവാചകർ പറയുമ്പോൾ സ്വഹാബികളുടെ കൂട്ടത്തിൽ കറുത്തിരുണ്ട എത്യോപ്യയിൽ നിന്ന് വന്ന ഒരടിമയുണ്ടായിരുന്നു. കൂട്ടത്തിൽ നിന്ന് ആ മനുഷ്യൻ ആർത്തട്ടഹസിച്ചങ്ങ് നിലംപതിച്ചു പോയി. എല്ലാവർക്കും വലിയ സങ്കടമായി. അല്ലാഹുവേ, വീണുപോയല്ലോ. എല്ലാവരും ആ മനുഷ്യന്റെ ചുറ്റുപാടും ഇങ്ങനെ നിൽക്കുകയാണ്. എല്ലാവർക്കും വലിയ സങ്കടവും വേദനയുമുണ്ട്. ഫനസലൽ അമീനു മലക് ജിബ്രീൽ. ജിബ്രീൽ അലൈഹിസ്സലാം ഇറങ്ങി വന്നുകൊണ്ട് നബിയോട് ചോദിക്കുകയാണ്, മനിൽ ബാക്കി ബൈന യദൈക യാ റസൂലല്ലാഹ്. ആരാണ് നബിയെ അങ്ങയുടെ സദസ്സിൽ നിന്നുകൊണ്ട് ഇങ്ങനെ കരഞ്ഞുപോയ ആൾ? നരകത്തെ കുറിച്ച് പറഞ്ഞപ്പോഴേക്ക് കണ്ണുകൾ ഒഴുക്കി പൊട്ടിക്കരഞ്ഞു പോയത് ആരാണ് നബിയേ? ഹബീബായ റസൂലുള്ള ആ മനുഷ്യനെ കുറിച്ച് പറഞ്ഞു കൊടുത്തു. അതിന്നയാളാണ്, അതിന്ന എത്യോപ്യക്കാരനാണ്. അല്ലാഹുവിന്റെ റസൂലേ ജിബ്രീൽ അലൈഹിസ്സലാം പറയുകയാണ്, ഞാൻ അല്ലാഹുവിന്റെ അടുക്കൽ നിന്ന് വരികയാണ്. അങ്ങേക്ക് ഈ സന്ദേശം കൈമാറുവാൻ അല്ലാഹു എന്നെ ഏൽപ്പിച്ചതാണ്. അല്ലാഹു പറഞ്ഞിട്ടുണ്ട്, വഇസ്സതി വജലാലി വഅളമതി ഫൗക അർശി. എന്റെ സ്ഥാനമാണ്, എന്റെ മഹത്വമാണ്, എന്റെ ഔന്നത്യമാണ് അർശിന് മുകളിലുള്ള. മാ ബഖത് ഐനു അബ്ദിൻ ഫിദ്ദുനിയാ മിൻ മഖാഫത്തിന്നാർ. നരകത്തെ പേടിച്ചുകൊണ്ട് അല്ലാഹുവേ, എനിക്ക് നരകമുണ്ടല്ലോ, അതിൽ കിടക്കേണ്ടി വന്നാൽ എന്റെ ഭീകരമായ അവസ്ഥകൾ കണ്ടവരില്ലല്ലോ എന്ന് ചിന്തിച്ചുകൊണ്ട് ആരെങ്കിലും കരഞ്ഞാൽ ഇല്ലാ അക്സർതു ലഹിഖഹാ ഫിൽ ജന്ന, സ്വർഗ്ഗത്തിൽ വെച്ച് അവന്റെ ചിരിയെ ഞാൻ വർദ്ധിപ്പിക്കുമെന്ന് അല്ലാഹു എന്നോട് പറഞ്ഞിട്ടുണ്ടെന്ന് മുഖറബായ മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയുകയാണ്. നമ്മൾ ഈ സദസ്സിൽ നിന്ന് നേടിയെടുക്കേണ്ടത് അങ്ങനെയുള്ള ഒരു വിചാരമാണ്. എന്റെ സ്നേഹമുള്ളവരെ, സഹോദരീ സഹോദരന്മാരെ, നമുക്കത് പേടിയായി തോന്നണം. 1-2 ചിന്തകൾക്ക് ഉദാഹരണം പറയുകയാണ് ഞാൻ. സ്വന്തം പിതാവിനോട് അല്ലാഹുവിന്റെ ദീനിന് വേണ്ടി യുദ്ധം ചെയ്ത് സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ട സ്വഹാബി പ്രമുഖനാണ് സയ്യിദുന അബൂ ഉബൈദത്ത് ഇബ്നുൽ ജറാഹ് റളിയല്ലാഹു തആല അൻഹു. ബദറിൽ പങ്കെടുത്തയാളാണ്. സ്വർഗം കൊണ്ട് സുവിശേഷം അറിയിക്കപ്പെട്ടയാളാണ്. ആ മഹാനായ മനുഷ്യൻ പറഞ്ഞത്, ലൗ അന്നീ ബൈനൽ ജന്നതി വന്നാർ. അല്ലാഹു എന്നെ സ്വർഗത്തിന്റെയും നരകത്തിന്റെയും ഇടയിലാക്കി. എനിക്കറിയില്ല എന്റെ കർമ്മങ്ങൾ കൊണ്ട് ഞാൻ സ്വർഗസ്ഥനാകുമോ അതോ നരകാവകാശിയാകുമോ. അവിടെ വെച്ച് വിളിക്കപ്പെടുന്നു, ഫരീഖും ഫിൽ ജന്നതി വഫരീഖും ഫിസ് സഈർ. വിഭാഗം സ്വർഗാവകാശികളും മറ്റൊരു വിഭാഗം നരകാവകാശികളുമാണ് എന്ന് വിളിക്കപ്പെടുമ്പോൾ എനിക്കല്ലാഹു എവിടെയാണ് ഞാൻ കിടക്കുക എന്ന ഉറപ്പ് നൽകിയിട്ടില്ല എങ്കിൽ, എനിക്കത് പേടിയാണെങ്കിൽ എനിക്കറിയില്ല ഞാൻ സ്വർഗത്തിലാകുമോ എന്ന്. അങ്ങനെ ഒരവസരമാണ് എനിക്കുള്ളത് എങ്കിൽ ഞാൻ ഒരു ചാരമായിരുന്നുവെങ്കിൽ എന്ന് കരുതിപ്പോകും.
വലിയ ഒരു സ്വഹാബി പറയുകയാണ്, ഞാൻ ആഗ്രഹിക്കുക ഞാൻ സ്വർഗത്തിലായിരിക്കും എന്ന ഉറപ്പിലല്ല, അതെനിക്കറിയാത്തത് കാരണം ഞാൻ കരുതും അല്ലാഹുവേ ഞാനൊരു പിടിച്ചാരമായിരുന്നുവെങ്കിൽ എന്ന്. ഇസ്ലാമിന്റെ മൂന്നാം ഖലീഫ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിന്റെ ഒരു വചനം കാണാം, ലവദിത്തു അന്നീ കബ്ശുൻ യസ്ബഹുനി അഹ്ലി. എന്റെ കൂട്ടുകുടുംബങ്ങൾ അറുത്ത് ഭക്ഷണമായി കഴിക്കുന്ന ഒരാടിനെ പോലെയാണ് ഈ ഭൗതികമായ ലോകത്ത് ഞാൻ ജീവിച്ചിരുന്നത് എങ്കിലെന്ന് സ്വഹാബിയായ ഖലീഫയായ നബി തിരുമേനിയുടെ 2 പെൺകുട്ടികളെ കല്യാണം കഴിച്ച സയ്യിദുനാ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്, വലിയ ആളുകളൊക്കെ ഇങ്ങനെയാണ് പേടിച്ചിരുന്നത്. ഒട്ടനേകം ഹദീസുകൾ നിവേദനം ചെയ്ത നബിയുടെ ഒരു സേവകനെ പോലെ ജീവിതം കഴിച്ചുകൂട്ടിയ അബ്ദുല്ലാഹ് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹു ഒരിക്കൽ ഒരു സദസ്സിന്റെ സമീപത്തുകൂടെ നടന്നു പോവുകയാണ്. ആ സദസ്സിലുള്ളവർ ചർച്ച ചെയ്യുന്നത് വിശുദ്ധമായ സൂറത്തുൽ വാഖിഅയിലെ ചില കാര്യങ്ങളാണ്. അസ്ഹാബുൽ മുഖറബീങ്ങളെ കുറിച്ചും അതുപോലെ അല്ലാഹു തമ്പുരാൻ നൽകിയിട്ടുള്ള അസ്ഹാബുൽ മൈമനെ കുറിച്ചും അസ്ഹാബുൽ യമീനിനെ കുറിച്ചും അവരൊക്കെ ഇങ്ങനെ പറയുകയാണ്. ഖുർആനിൽ പറഞ്ഞിട്ടുണ്ടല്ലോ, അസ്ഹാബുൽ യമീൻ അസ്ഹാബുൽ മൈമന ഉലൈകൽ മുഖറബൂൻ, പടച്ചവനിലേക്ക് ഏറ്റവും അടുത്ത ആളുകൾ, വലതുപക്ഷക്കാരായ ആളുകൾ, അവരിങ്ങനെയാ മരിക്കുക, അവർക്ക് സ്വർഗത്തിൽ ഇങ്ങനെയൊക്കെ ഉണ്ട്, നമ്മൾ ഏതിലായിരിക്കും പെടുക എന്നൊക്കെ ഇങ്ങനെ ചർച്ച ചെയ്യുന്ന സ്വഹാബികൾക്കിടയിലൂടെ ഒരിക്കൽ അദ്ദേഹം ഇങ്ങനെ നടന്നു പോവുകയാണ്. അദ്ദേഹം തിരിഞ്ഞു നോക്കി, വലിയ മഹാനാണ്, സ്വഹാബിയാണ്, പ്രമുഖനാണ്. പക്ഷേ ആ മഹാനായ മനുഷ്യൻ പറയുന്നത്, എങ്കിൽ ഹാഹുനാ റജുലുൻ, നിങ്ങളുടെ കൂടെ ഒരാളുണ്ട്, വദ്ദലൗ അന്നഹു ഇദാ മാത ലം യുബഅസ്, മരിച്ചതിന് ശേഷം പുനർജനിച്ചില്ലെങ്കിൽ എന്നാഗ്രഹിക്കുന്ന ഒരാൾ. കാരണം അറിയില്ല ഞാൻ എന്തായിരിക്കും, സ്വർഗാവകാശിയാവുമോ നരകാവകാശിയാവുമോ എന്നറിയില്ല. അങ്ങനത്തെ ഒരാൾ നിങ്ങളുടെ കൂട്ടത്തിലുണ്ടെന്ന് സയ്യിദുനാ അബ്ദുല്ലാഹ് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹു. എല്ലാവരും അവരുടെ പേര് കേൾക്കുമ്പോഴൊന്ന് പറയൂ, സയ്യിദുനാ അബ്ദുല്ലാഹ് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹു. മൈ ഏക് തിൻകാ ഹോതാ, ഞാൻ ഒരു പുൽക്കൊടിയായിരുന്നുവെങ്കിൽ, മൈ ഏക് ചിടിയാ ഹോതാ, ഞാൻ ഒരു പക്ഷിയായിരുന്നുവെങ്കിൽ, ഇങ്ങനെയൊക്കെ ആയിരുന്നു അവരുടെയൊക്കെ ചിന്ത എങ്കിൽ, എന്റെ പ്രിയപ്പെട്ടവരെ നമ്മൾ എത്രമേൽ ബേജാറാവണം, നമ്മൾ എത്രമേൽ പേടിക്കണം, നമ്മൾ എത്രമേൽ ഭയക്കണം. എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ യാത്രയൊന്ന് ആലോചിച്ചു നോക്കൂ. ഖബറിന്റെ ഏകാന്തതയിലേക്ക് എല്ലാവരും നാം ഒറ്റക്ക് വന്നതുപോലെ, ഏകനായി നാം വന്നതുപോലെ, നമുക്ക് കൂട്ടുകാരും സന്തതികൾ, നമ്മുടെ മാതാപിതാക്കളും നമ്മെ കാത്തിരിക്കുന്ന ഒരു ലോകത്തേക്കാണ് ഒറ്റക്ക് നാം വന്നത് എങ്കിൽ, പ്രിയപ്പെട്ടവരെ, ഒറ്റക്ക് വന്നതിനേക്കാൾ ഭീകരമായ അവസ്ഥയിൽ നാം മടങ്ങിപ്പോകുന്ന ആ രംഗം, ആരുമില്ലാത്ത രംഗം. ഇവിടെ നമുക്ക് എല്ലാവരും ഉണ്ടായിരുന്നു. ഇവിടെ നമുക്ക് ഭാര്യയുണ്ട്, മക്കളുണ്ട്, കൂട്ടുകാരുണ്ട്, നമ്മെ അറിയുന്നവരും കാണുന്നവരുമുണ്ട്. നാം മരിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ സ്വന്തമായിട്ടൊന്നുമില്ല, എല്ലാം നമ്മുടെ അനന്തരാവകാശികളുടേതായി. പിന്നെ നമ്മുടെ പേര് മാറ്റിയവർ, നമ്മുടെ ഓരോ സാധനങ്ങളും അവരെല്ലാവരും പങ്കിട്ടെടുക്കാൻ തുടങ്ങി. നമ്മുടെ വസ്ത്രങ്ങൾ നമ്മുടേതല്ലാതെയായി മാറി, നമ്മുടെ വാഹനങ്ങൾ നമ്മുടെ അല്ലാതെയായി മാറി. എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ, നിങ്ങൾ അണിഞ്ഞിരിക്കുന്ന സ്വർണ്ണാഭരണങ്ങളുണ്ടല്ലോ, അതൊന്നും നിങ്ങളുടേതല്ലാതെയായി മാറി. നിങ്ങളുടെ മക്കളുടെ, നിങ്ങളുടെ ഭർത്താവിന്റെ ആരാണോ നിങ്ങളുടെ അനന്തരാവകാശികൾ, അവരുടേതായി മാറി. നിങ്ങൾ ഖബറിലേക്കുള്ള ഏകാന്തമായ യാത്രയിലാണ്. ഈ യാത്ര നിങ്ങളുടെ പരീക്ഷണമാണ്.
ഈ യാത്ര നിങ്ങൾ നല്ലവരാണെങ്കിൽ നിങ്ങളുടെ കൂടെ മലക്കുകൾ ഉണ്ടാകും, നിങ്ങളുടെ മുന്നിൽ മലക്കുകൾ ഉണ്ടാകും, നിങ്ങളുടെ പിന്നിലും മലക്കുകൾ ഉണ്ടാകും. നിങ്ങൾക്ക് വേണ്ടി മലക്കുകൾ അല്ലാഹുവിനോട് ഇസ്തിഗ്ഫാർ നടത്തും. ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, മനുഷ്യരുടെ കൂടെ മയ്യിത്തിന്റെ കൂടെ അല്ലാഹുവിന്റെ മലക്കുകൾ ഇങ്ങനെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയായിരിക്കും. ആ സഞ്ചരിക്കുന്ന മലക്കുകൾ ഈ മയ്യിത്തിനെ നോക്കിക്കൊണ്ട് പറയുകയാണ്, മാ ഖദ്ദമ ഫുലാൻ, ഈ മനുഷ്യൻ ഇനിയുള്ള ജീവിതത്തിന് വേണ്ടി എന്താണ് മുൻപേ ചെയ്തു വെച്ചിരിക്കുന്നത്? ഇന്നൽ മലായികത തംശി അമാമൽ ജനാസ, മയ്യിത്തിന്റെ കൂടെ ആളുകളെക്കാൾ കൂടുതൽ മലക്കുകൾ ഉണ്ടാകുമെന്നാണ്. നല്ലവനാണെങ്കിൽ നല്ല മലായികത്തായിരിക്കും. നിങ്ങൾക്കറിയുമോ, ബഹുമാനപ്പെട്ട സഅദ് ബിൻ മുആദ് റളിയല്ലാഹു തആല അൻഹു വലിയ മഹാനല്ലേ, ബദറിന്റെ യുദ്ധക്കളത്തിലേക്ക് റസൂലുള്ള പോകുമ്പോ നിങ്ങൾക്കറിയാമല്ലോ, യുദ്ധം ചെയ്യാനല്ല റസൂലുള്ള പോകുന്നത്. പിന്നെയോ തിരിച്ചു വരുന്ന കച്ചവട സംഘത്തിൽ നിന്ന് തങ്ങളെ ആക്രമിച്ചതിന് പ്രതികാരം ചോദിക്കുവാനാണ്. മക്കയിൽ അവർ പിടിച്ചെടുത്തിരുന്ന ധനത്തിന് പകരം ചോദിക്കുവാനാണ്. വഴിവക്കിൽ വെച്ചാണ് ആയിരത്തോളം വരുന്ന ശത്രുക്കൾ തങ്ങൾക്കെതിരെ യുദ്ധത്തിന്റെ പുറപ്പാടുമായി വരുന്നുണ്ടെന്ന വിവരം അവരറിയുന്നത്. ഹബീബായ നബി തിരുമേനി കൂടെയുള്ളവരോട് ചർച്ച ചെയ്യുകയാണ്, സ്വഹാബികളെ, ഇതാ നമുക്കെതിരായി പുറപ്പെട്ടിരിക്കുന്നു, നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളതെന്ന് ചോദിക്കുമ്പോ അബൂബക്കർ റളിയല്ലാഹു അൻഹുവും ഉമർ റളിയല്ലാഹു അൻഹുവും എഴുന്നേറ്റ് നിന്നുകൊണ്ട്, യാ റസൂലല്ലാഹ്, അങ്ങേക്ക് വേണ്ടി ഞങ്ങൾ മരിക്കാൻ തയ്യാറാണ്. ഹബീബായ നബിയുടെ മുഖം വല്ലാതെ വിവർണമായി. സന്തോഷം കൊണ്ടവിടുത്തെ മുഖം ചുവന്നവിടുത്തെ കണ്ണുകൾ പതിരുന്നത് മഹാന്മാരായ അൻസാരികളായ സ്വഹാബികളെയാണ്. അൻസാരികളുടെ മുഖത്തേക്ക്, അവരുടെ ശരീരങ്ങളിലേക്ക് തനിക്ക് താങ്ങും തണലുമായി നിൽക്കേണ്ടവർ, എന്നാൽ അല്ലാഹുവിന്റെ റസൂലുമായി പരിചയപ്പെട്ട് ഏതാനും മാസങ്ങൾ വർഷങ്ങളായ ആ സ്വഹാബികളുടെ മുഖത്തേക്ക് നോക്കുമ്പോൾ അതാ എഴുന്നേറ്റ് നിൽക്കുന്നു ബഹുമാനപ്പെട്ട സഅദ് ബിൻ മുആദ്. നബിയേ, ഞങ്ങളെയാണോ അങ്ങ് ഉദ്ദേശിക്കുന്നത്? പേടിക്കണ്ട നബിയേ, അങ്ങേ ഞങ്ങൾ സംരക്ഷിക്കുവാൻ തയ്യാറാണ്. ഞങ്ങളുടെ ധനത്തെക്കാളും ഞങ്ങളുടെ സന്താനങ്ങളെക്കാളും ഞങ്ങൾ അങ്ങയെ സംരക്ഷിക്കാൻ തയ്യാറാണ് യാ റസൂലല്ലാഹ്. അങ്ങ് ഞങ്ങളുമായിട്ടൊരു മലമുകളിൽ കയറിയാൽ അങ്ങയുടെ പിന്നാലെ ഞങ്ങളും കയറും നബിയേ. അങ്ങ് ഞങ്ങളുമായിട്ടൊരു സമുദ്രത്തിലേക്ക് എടുത്തു ചാടിയാൽ ഞങ്ങൾ അങ്ങയുടെ പിന്നാലെ കയറും നബിയേ. അല്ലാഹുവിന്റെ റസൂലേ, അങ്ങ് ഞങ്ങളുമായിട്ടൊരു സമുദ്രത്തിലേക്ക് എടുത്തു ചാടിയാൽ ഞങ്ങൾ ഉണ്ടാകുമെന്ന് മാത്രമല്ല, അങ്ങയുടെ വലതുഭാഗത്ത് ഞങ്ങളുണ്ടാകും, അങ്ങയുടെ ഇടതുഭാഗത്ത് ഞങ്ങളുണ്ടാകും, അങ്ങയുടെ മുന്നിലും അങ്ങയുടെ പിന്നിലും ഞങ്ങളും ഉണ്ടാകും എന്ന് പറഞ്ഞ് ആവേശഭരിതനാക്കിയ ബഹുമാനപ്പെട്ട സഅദ് ബിൻ മുആദ് മരിച്ചുപോയി. അദ്ദേഹം വഫാത്തായി പോയി. റസൂലുള്ളാഹിക്ക് വലിയ സങ്കടമായി. ആ മരണത്തിൽ അനുശോചനം രേഖപ്പെടുത്തിക്കൊണ്ട് അവിടുന്ന് പറഞ്ഞു, ഇഹ്തസ്സ അർശുർ റഹ്മാനി ഫീ മൗതി സഅദ് ബിൻ മുആദ്. നമ്മുടെ കൂട്ടുകാരനായ സഅദ് ബിൻ മുആദിന്റെ മരണത്തിൽ എന്റെ സ്വഹാബികളെ, അല്ലാഹുവിന്റെ അർശ് പോലും കിടുങ്ങിപ്പോയിട്ടുണ്ടെന്ന് പറഞ്ഞു. ആ സഅദിന്റെ മയ്യിത്തുമായി സങ്കടപ്പെടുന്ന ഹൃദയവുമായി നബിയും അനുയായികളും പോവുകയാണ്. പോകുന്ന സമയത്ത് അവിടുന്ന് നടക്കുന്നത് കാലിന്റെ വിരലുകളിലാണ്. എന്തുകൊണ്ടാണ് നബിയെ നിങ്ങൾ അങ്ങനെ നടക്കുന്നത്? അവിടുന്ന് മറുപടി പറഞ്ഞു, സ്വഹാബികളെ, സഅദ് ബിൻ മുആദിന്റെ മയ്യിത്തിനെ അനുധാവനം ചെയ്യാൻ വേണ്ടി വന്നിരിക്കുന്ന മാലാഖമാരുടെ വർദ്ധിച്ച അംഗസംഖ്യകൾ കൊണ്ട് എന്റെ കാൽപാദം എനിക്ക് ഭൂമിയിൽ ചവിട്ടാൻ കഴിയുന്നില്ലെന്ന് ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെ നമുക്ക് യാത്ര ചെയ്യേണ്ടി വരും. ഖബർ എന്ന് പറയുന്നത് ഏകാന്തമായ വീടാണ്, അല്ലേ? ആരുമില്ലാത്ത
ആരുമില്ലാത്ത നാളെ കിടക്കുന്ന വീട് ഖബറെന്ന മണ്ണറക്കൂട്. വല്ലാത്ത വരികളാണത്. ഖബറെന്ന മണ്ണറക്കൂട്. നിങ്ങളൊക്കെ കിടക്കുന്ന കിടപ്പറയെ കുറിച്ചൊന്ന് ഓർത്തു നോക്കൂ. നമ്മുടെ മെത്തകളെ കുറിച്ചൊന്ന് ആലോചിച്ചു നോക്കൂ. നമ്മുടെ വീടിന്റെ വിശാലതയെ കുറിച്ചും റൂമുകളുടെ വിസ്താരത്തെ കുറിച്ചും ചുമരുകളെ കുറിച്ചും ഫാനിനെ കുറിച്ചും ഒന്ന് ഓർത്തു നോക്കൂ. എന്നാൽ ഖബറിന്റെ ഭീകരമായ അവസ്ഥയുണ്ടല്ലോ, അത് വല്ലാത്ത ഭീകരമായ ഒരു രംഗം തന്നെയാണ് എല്ലാവർക്കുമുള്ളത്. സാമീരി തീർത്ത കള ദൈവവും ശബ്ദാദിന്റെ സ്വർഗവും കാറൂനിന്റെ കാഞ്ചന കനികളും കാലങ്ങളായി ലോകത്ത് സ്മരിക്കപ്പെടുന്ന എല്ലാവർക്കും നമുക്കുള്ളത്, നമ്മെ കാത്തിരിക്കുന്ന വീട്. സ്നേഹമുള്ളവരെ, ആ ഖബർ ഞാൻ ഇന്നലെ സൂചിപ്പിച്ചതുപോലെ നമ്മൾ നന്മയുള്ളവരാണെങ്കിൽ നമുക്ക് വേണ്ടി അല്ലാഹു ഖബർ സ്വർഗമാക്കി പരിവർത്തിപ്പിക്കുന്നതാണ്. അല്ലാഹു തൗഫീഖ് ചെയ്യുമാറാകട്ടെ. അതാണ് അവിടുന്ന് പറഞ്ഞത്, അൽ ഖബ്റു ഇമ്മാ റൗളത്തും മിൻ റിയാദിൽ ജന്ന. ഒന്നുകിൽ ഖബർ സ്വർഗ്ഗത്തോപ്പുകളിലെ ഒരു തോട്ടമായിരിക്കും, ഔ ഹുഫ്റത്തും മിൻ ഹുഫരിൻ നീറാൻ, അല്ലെങ്കിൽ നരകക്കുഴിയിലെ ഒരു കുഴിയായി ഓരോ മനുഷ്യർക്കും ഖബർ അനുഭവപ്പെടുമെന്ന് ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതിനെ പേടിച്ചവരുണ്ടായിരുന്നു മുൻഗാമികൾ. നിങ്ങൾ കേട്ടിട്ടില്ലേ, ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു 13ാം നൂറ്റാണ്ടിലെ ഭരണാധികാരിയാണ്. വലിയ സ്നേഹനിധിയായ പ്രവാചകരുടെ അനുയായികളെ പോലെ 5ാം ഖലീഫ എന്നും 2ാം ഉമർ എന്നും ചരിത്രത്തിൽ അറിയപ്പെടുന്നയാളാണ്. എന്താ അദ്ദേഹത്തിന്റെ പ്രത്യേകത? അദ്ദേഹം ഭരണാധികാരിയാകുന്നതിന്റെ മുമ്പ് സൗന്ദര്യത്തെയും അതുപോലെ സമ്പന്നതയെയും വല്ലാതെ മോഹിച്ച ഒരു മനുഷ്യനായിരുന്നു. നല്ല വസ്ത്രം ധരിക്കും, നല്ല സുഗന്ധങ്ങൾ പൂശും. ഉമർ നടന്നു പോകുന്ന വഴികളിൽ കാണാൻ വേണ്ടി ആളുകൾ കാത്തു നിൽക്കാറുണ്ടായിരുന്നു. എത്രത്തോളം എന്ന് വെച്ചാൽ മൗലാന സയ്യിദ് അബുൽ ഹസൻ അലി നദവി പറയുന്നുണ്ട്, ഉമരിയ നടത്തം, അദ്ദേഹത്തിന്റെ പ്രത്യേകമായ സ്റ്റൈലിലുള്ള ഒരു നടത്തം പോലും മദീന നിവാസികൾക്കിടയിൽ പ്രസിദ്ധമായിരുന്നു എന്ന്. അങ്ങനെയുള്ള മഹാൻ ഭരണസാരഥ്യം ഏറ്റെടുത്തു. ആഗ്രഹിച്ചിട്ടല്ല ഏറ്റെടുത്തത്, നിർബന്ധിതനായിട്ടാണ്. അദ്ദേഹത്തിന്റെ തലസ്ഥാനം ഡമസ്കസിലാണ്. കാണാൻ വേണ്ടി പോയി തന്റെ ഉസ്താദായ ശൈഖ് അബൂ ഹാസിം മദീന പള്ളിയിൽ നിന്ന് തനിക്ക് അധ്യാപനം നടത്തിയിരുന്ന മഹാനായ പണ്ഡിതൻ അദ്ദേഹത്തെ കാണുവാൻ വേണ്ടി പോയി. കാണാൻ ചെന്നപ്പോൾ പാറാവുകാര് കടത്തിവിട്ടു. വലിയ കൊട്ടാരമല്ല, ചെറിയ ഒരു കൊട്ടാരത്തിൽ കുറെ ആളുകൾ ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. കൂട്ടത്തിൽ ഈ മഹാനായ മനുഷ്യനെ കാണുന്നില്ല. കുറെ നോക്കിയപ്പം മനസ്സിലായി ഈ മനുഷ്യനാണ് ഉമർ ഇബ്നു അബ്ദുൽ അസീസ് എന്ന് മനസ്സിലായി. സലാം പറഞ്ഞുകൊണ്ട് അടുക്കലേക്ക് ചെന്നിട്ട് ശൈഖ് അബൂ ഹാസിം പറയുകയാണ്, കാന മർകബുക അലിയാ, ഇതെന്തു പറ്റിപ്പോയി? നിങ്ങളുടെ വാഹനമൊക്കെ വലിയ വാഹനമായിരുന്നല്ലോ. നിങ്ങൾ നല്ല ഉഷാറുള്ള നല്ല തൂവെള്ള വസ്ത്രം ധരിച്ചിരുന്നയാളായിരുന്നല്ലോ. നിങ്ങളുടെ മുഖം നല്ല പ്രശോഭിതമായിരുന്നല്ലോ. നിങ്ങളിങ്ങനെ സുഭിക്ഷമായി ആഹാരം കഴിക്കുന്നയാളായിരുന്നല്ലോ. നിങ്ങൾക്ക് ഒരുപാട് കാവൽക്കാരുണ്ടായിരുന്നല്ലോ.
ഇന്ന് നിങ്ങളെ കാണാൻ വയ്യ, നിങ്ങളുടെ മുഖമെല്ലാം വല്ലാതെ ഒട്ടിയിരിക്കുന്നുവല്ലോ, നിങ്ങളുടെ ശരീരമെല്ലാം വല്ലാതെ ശോഷിച്ചിരിക്കുന്നുവല്ലോ. ഫമല്ലദീ ഗയ്യറക വഅൻത അമീറുൽ മുഅ്മിനീൻ. ഇതെന്തു പറ്റിപ്പോയി? നിങ്ങൾക്ക് എന്തൊരു മാറ്റമാണ് അമീറുൽ മുഅ്മിനീനെ വന്നത്? എന്താ പറ്റിയത് എന്ന് ചോദിച്ചു. ഉമർ ഇബ്നു അബ്ദുൽ അസീസ് മുഖമുയർത്തി, ഖലീഫ മുഖമുയർത്തി. എന്നിട്ട് അദ്ദേഹം പറയാൻ തുടങ്ങി, അല്ലയോ ഉസ്താദേ, ഇന്ന് നിങ്ങൾ എന്നെ വല്ലാതെ ആക്ഷേപിക്കുന്നുണ്ടല്ലോ, എന്റെ വസ്ത്രത്തെക്കുറിച്ചും എന്റെ വാഹനത്തെക്കുറിച്ചും എന്റെ ശാരീരികമായ രൂപത്തെക്കുറിച്ചും. അങ്ങനെയാണെങ്കിൽ കൈഫ ലൗ റഅയ്തനീ ബഅദ സലാസ് വ അന ഫീ ഖബ്രി, എന്റെ ഖബറിനുള്ളിൽ ഞാൻ അടക്കപ്പെട്ട് കഴിഞ്ഞാൽ 3 ദിവസം കഴിഞ്ഞ് നിങ്ങൾ എന്നെ കണ്ടാൽ എന്തായിരിക്കും എന്റെ അവസ്ഥ? വഖദ് സാലഹദഖതായ അലാ വജ്നതായ, എന്റെ കവിൾ തടങ്ങളിലൂടെ എന്റെ കണ്ണുകൾ ഇങ്ങനെ പൊട്ടി ഒഴുകുന്നുണ്ടാകുമല്ലോ. വൻശഖ ബത്നി, എന്റെ വയറെല്ലാം പിളർന്ന്, വജറത്തി ദീദാനു ഫീ ബദനി, എന്റെ ശരീരത്തിലൂടെ പുഴുക്കളെല്ലാം ഇങ്ങനെ ഓടുമ്പോ ലകുന്ത അശദ്ദ ഇൻകാറൻ അലൈക ഇലയ്യ മിൻ യൗമിക ഹാദാ, എന്റെ മാംസളമായ മുഴുവൻ ഭാഗങ്ങളും ഇങ്ങനെ കൊഴിഞ്ഞ് കൊഴിഞ്ഞ് പൊഴിഞ്ഞ് വീണെന്നെ നിങ്ങൾ കണ്ടാൽ ഇന്ന് നിങ്ങൾ എന്നെ ആക്ഷേപിക്കുന്നതിനേക്കാൾ വലിയ ആക്ഷേപം അന്ന് നിങ്ങൾ എന്നെ ചെയ്യുമല്ലോ. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെയായത്. നിങ്ങളല്ലേ എന്നെ പഠിപ്പിച്ചത് ഒരു ഹദീസ്, ഇന്ന ബൈന ഐദീകും അഖബതൻ കഊദാ, ഒരിക്കലും വിട്ടുകടക്കൽ പ്രയാസമായ ഒരു വലിയ വഴി തടസ്സം നിങ്ങൾക്ക് വരാനുണ്ട്. ആ വഴി തടസ്സം ലൻ യുജവ്വിസഹാ ഇല്ലാ കുല്ലു ളാമിരിൻ മഹ്സൂൽ, പടച്ചവനുള്ള ഇബാദത്തിലായി ഭൗതികമായ താല്പര്യം വെടിഞ്ഞ് ശാരീരികമായ മെഡിച്ചിൽ സ്വീകരിച്ചവനല്ലാതെ ആ വലിയ ഭീകരമായ വൈതരണിയെ കവച്ചു വെക്കാൻ കഴിയുകയില്ല എന്ന തിരുവചനം നിങ്ങളല്ലേ ഉസ്താദേ എന്നെ പഠിപ്പിച്ചത് എന്ന് ബഹുമാനപ്പെട്ട ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്. ഖബറിനെ കുറിച്ച് അവരോർത്ത് അല്ലേ? ഖബറെന്ന് കേട്ടാൽ തൽക്ഷണം ഞെട്ടേണ്ടതാ, കണ്ടാലുടൻ വാവിട്ടു നീ കരയേണ്ടതാ, മേടയ്ക്കു പകരം മാളമാ സുബ്ഹാന, റബ്ബി അതിൽ കിടക്കേണ്ടതാണ് അസ്മാന. പഴയ കാലത്തുള്ള വാളുകളിലൊന്നും ഇത് പാടാതെ അവർ പോയിരുന്നില്ല മുഅ്മിനീങ്ങളെ. ഖബറിൽ പോയി ഒരല്പ നിമിഷം കഴിഞ്ഞാൽ വായു സഞ്ചാരമില്ലാത്ത ഖബറിന്റെ അന്തരീക്ഷത്തിൽ ശരീരം ഇങ്ങനെ വീർക്കാൻ തുടങ്ങും. അവിടെയുള്ള പ്രത്യേകങ്ങളായ വാതകങ്ങൾ ശരീരത്തിൽ പ്രവർത്തിച്ച് ശരീരം ഇങ്ങനെ വീർക്കാൻ തുടങ്ങും. മൂക്കിലൂടെയും മറ്റു ദ്വാരങ്ങളിലൂടെയും രക്തമൊഴുകാൻ തുടങ്ങും. അതിങ്ങനെ വർദ്ധിച്ച് ശരീരം പഴുക്കാൻ തുടങ്ങും. ശരീരത്തിലുള്ള ബാക്ടീരിയകൾ പുഴുക്കളായി മാറുന്നു. 3 ദിവസം കഴിഞ്ഞാൽ ശരീരത്തിലെ ഏറ്റവും നിർമ്മലമായ ഭാഗങ്ങളിലൊന്നായ കണ്ണുകൾ അടർന്നു വീഴും. കണ്ണില്ലാത്ത ശരീരമായി മാറും. അതുപോലെ തലയോട്ടിയും കോശങ്ങളും അപ്രകാരം മാംസങ്ങളും എല്ലുകളുമായി വേർപ്പെടാൻ തുടങ്ങും. അല്ലാ, ആ സമയത്ത് ഖബറെങ്ങാനും തുറക്കപ്പെട്ടാൽ എത്ര വലിയ സുഗന്ധപൂരിതനായി നടന്നവനാണെങ്കിലും അവന്റെ ദുർഗന്ധം സഹിക്കാൻ മനുഷ്യരെ കൊണ്ട് കഴിയില്ല. അത്രമേൽ ദുർഗന്ധം എന്റെ പ്രിയപ്പെട്ടവരെ നമുക്കോരോരുത്തർക്കും ഉണ്ടാകും. അസ്ഥിപഞ്ജരങ്ങളായി നമ്മൾ ഖബറിന്റെ ഉള്ളിൽ മാറുന്നതാണ്. വല്ലാത്ത ഒരു ഭീകരമായ രംഗമാണ് അല്ലേ?
പരം വിധിച്ചുമ്മാ വിട്ട് ചൊങ്കിൽ നടക്കുന്ന ശുജാഅത്ത് നാമൊക്കൊണ്ട് നാട്ടിലെ കഥയെന്തെന്നറിവുണ്ടോ നാളെ കിടക്കുന്ന ഖബറെന്ന ഭയങ്കര വീട്ടിലെ ഖബറെന്ന ഭയങ്കര വീട്ടിലെ മെത്ത പിരിഞ്ഞ നമുക്ക് വല്ലാത്ത വരികളാണത്. വീട്ടിലെ മെത്ത പിരിഞ്ഞ നമുക്ക് കാട്ടിലാറടി മണ്ണാണ്. ചേലിൽ ചെന്ന് കിടക്കണ നമ്മുടെ മേലെ വരുന്നത് കല്ലാണ്. ഇലയും നൽ തണ്ണീരാതും ചേർത്ത് മണ്ണതിനാലെ അടവാകും വീടവിനെ ബാറിലേ കനവേറും വീതം കല്ലും മണ്ണും അതിന്മീതെ മറമാടും ഖബർ ബഹുജോറിലേ മറമാടും ഖബർ ബഹുജോറിലേ. ഓർത്തു നോക്കൂ നിങ്ങൾ, ഇതിൽ നിന്ന് രക്ഷപ്പെട്ടവരാരാണ്? ഇതിൽ നിന്ന് മോചനം നേടുന്നവരാരാണ്? വില കുറഞ്ഞ കഫൻ കുടയുമായി ഖബറിൽ പോയി കിടക്കേണ്ട നമ്മളോടാണ് ഹബീബായ റസൂലുള്ള പറഞ്ഞത്, സൂറുൽ ഖുബൂർ, നിങ്ങൾ ഖബറുകളെ സന്ദർശിക്കണം. ഫഇന്നഹാ തുദക്കിറുകുമുൽ ആഖിറ, നിങ്ങളെ അത് പരലോക ചിന്തയിലെത്തിക്കുന്നതാണ്. എന്നാൽ ഞാൻ ചോദിക്കട്ടെ, നമ്മൾ ഖബറിലേക്ക് പോകുമ്പോ, നമ്മൾ പള്ളിയിലേക്ക് പോകുമ്പോ നടക്കുന്ന വഴികളുടെ ഇരുഭാഗങ്ങളിലും ഉയർന്നു നിൽക്കുന്ന മീസാൻ കല്ലുകൾക്കിടയിലൂടെ നമ്മൾ നടക്കുമ്പോ, നാളെ എന്റെ പിൻഗാമികളായ ആളുകൾ ഇതുപോലെ മുകളിലൂടെ നടക്കുമെന്നും എന്റെ ഖബറിന്റെ സമീപത്തുകൂടെ നടന്നു പോകുമെന്നും നമ്മൾ ഓർക്കാറുണ്ടോ? ഓർക്കണം മുഅ്മിനീങ്ങളെ. പള്ളിക്കാട്ടിലേക്ക് കയറുമ്പോ നമ്മൾ സലാം പറയാറില്ലേ അവരോട്? അസ്സലാമു അലൈക്കും ദാറ ഖൗമിൻ മുഅ്മിനീൻ വ ഇന്നാ ഇൻഷാ അല്ലാഹു ബിക്കും ലാഹിഖൂൻ. എന്താ അതിന്റെ അർത്ഥം? വ ഇന്നാ, തീർച്ചയായും ഞങ്ങൾ, ഇൻഷാ അല്ലാഹ്, തീർച്ചയായും അല്ലാഹു തന്നെയാണ്, ബിക്കും ലാഹിഖൂൻ, നിങ്ങളോട് ചേരാനുള്ളവരാണ്. ഔർദം ലേലോ ഖനീച്ചാओं से उड़ने वाले हम भी चलते हैं जरा खश्क पसीना हो जाए. ഒരൽപസമയം എനിക്ക് വേണ്ടി കാത്തു നിൽക്കുമോ? ഹം ബി ചൽതേ ഹൈ, ഞങ്ങളും ഇതാ നിങ്ങളുടെ പിന്നാലെ വരുന്നുണ്ട്. ചിന്തിച്ചു നോക്കേണ്ട സഹോദര സഹോദരി, അല്ലേ? നമുക്ക് ഒരാൾക്ക് നൽകാൻ കഴിയുന്നത് എന്താണ്? ഒരാൾക്ക് നിങ്ങൾക്ക് എനിക്ക് നൽകാൻ കഴിയുന്നത്, എനിക്ക് നിങ്ങൾക്ക് നൽകാൻ കഴിയുന്നത്, എന്റെ ഉമ്മമാരെ, നിങ്ങളെ പോറ്റി വളർത്തി വലുതാക്കി കല്യാണം കഴിപ്പിച്ച് വളരുവോളം നോക്കുമായി നിന്ന നിങ്ങളുടെ മക്കളുണ്ടല്ലോ, നിങ്ങൾക്ക് ആ മക്കൾക്ക് നൽകാൻ കഴിയുന്നത് എന്താണ്? എന്റെ ഉപ്പമാരെ, നിങ്ങളെ കൊണ്ടുപോയി ഖബറിൽ വെക്കുമ്പോഴല്ലേ മക്കൾക്ക് നൽകാൻ കഴിയുന്നത് അവർ നൽകുന്നത്? അത് വെറും 3 പിടി മണ്ണ് മാത്രമാണ്. ഉപ്പയാണെന്ന് കരുതി വലിച്ചെറിയാതിരിക്കില്ല. ഉപ്പ, എനിക്ക് നിങ്ങൾക്ക് തരാനുള്ളത് ഇത് മാത്രമാണ്. ആ 3 പിടി മണ്ണിൽ ഒരു തുള്ളി കണ്ണീര് പോലും ഉറ്റിക്കുകയില്ലല്ലോ. മിൻഹാ ഖലഖനാകും വഫീഹാ നുഈദുകും വമിൻഹാ നുഖ്രിജുകും താറത്തൻ ഉഖ്റാ. ആയത്തോതിക്കൊണ്ടാണ് ഉപ്പാന്റെ മുഖത്തേക്ക് മകൻ ഇടുന്നത്, ഉമ്മായുടെ മുഖത്തേക്ക് നെഞ്ചകത്തേക്ക് മക്കള് വലിച്ചെറിയുന്നത്. ഒന്നോർത്തു നോക്കൂ, ഇത് നമ്മുടെ അവസ്ഥയെ കുറിച്ച് പറയുന്ന കാര്യമല്ലേ? ഖബറിന്റെ ഭീകരത വല്ലാത്ത രംഗമാണ്. ഖബറിന്റെ ഭീകരത ബഹുമാനപ്പെട്ട സയ്യിദുനാ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹു ഖബർ കണ്ടാൽ കരയുമായിരുന്നു. അദ്ദേഹത്തോട് ചോദിക്കപ്പെട്ടു,
നിങ്ങൾ എന്തിനാണ് ഖബർ കാണുമ്പോൾ കരയുന്നത്? ഇന്നി സമിഅതു റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂൽ, നബി തിരുമേനി പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. അൽ ഖബ്റു അവ്വലു മൻസിലും മിൻ മനാസിലിൽ ആഖിറ, പരലോകത്തേക്ക് യാത്രയാകുമ്പോൾ അഭയം പ്രാപിക്കുന്ന ഭവനങ്ങളിൽ നിന്ന് ആദ്യത്തെ വീട് ഖബറിടമാണ്. ഫഇൻ നജാ മിൻഹു, അവിടെ ആരെങ്കിലും രക്ഷപ്പെട്ടാൽ ഫമാ ബഅദഹു ഐസർ, അതിനുശേഷമുള്ളത് എനിക്ക് എളുപ്പമായിരിക്കും. അവിടെ രക്ഷപ്പെട്ടില്ലെങ്കിലോ അതിനുശേഷമുള്ളത് പരാജയത്തിലുമായിരിക്കുമെന്ന നബിയുടെ വാക്ക് കേട്ടത് കൊണ്ടാണ് ഞാൻ ഇങ്ങനെ കരയുന്നതെന്ന് സയ്യിദുനാ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു. അല്ലാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. ഖബറിന്റെ ശിക്ഷയിൽ നിന്ന് അല്ലാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. ഒന്നുകൂടി വലിയ പണ്ഡിതനും സയ്യിദു താബിഈൻ എന്ന് അറിയപ്പെടുകയും ചെയ്യുന്നയാളാണ് ഹസനുൽ ബസരി റളിയല്ലാഹു തആല അൻഹു. സ്വഹാബികളിൽ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവിനുള്ള സ്ഥാനമാണ് പണ്ഡിതന്മാർ താബിഈകളിൽ ഈ മഹാന് നൽകിയിട്ടുള്ളത്. അദ്ദേഹം വലിയ വലിയായിരുന്നു, വലിയ സൂഫിയായിരുന്നു. യഹ്യയിൽ കാണാം, അദ്ദേഹം മുദരിസായിരുന്ന പള്ളിയുടെ സമീപത്ത് ഒരു സ്ത്രീ മരിച്ചു. എല്ലാവരും ആ സ്ത്രീയുടെ മയ്യിത്തിന്റെ ജനാസയുമായി ബന്ധപ്പെട്ട ചടങ്ങുകളിൽ പങ്കെടുത്തു. ബഹുമാനപ്പെട്ട ഹസൻ റളിയല്ലാഹു തആല അൻഹുവും പങ്കെടുത്തു. അങ്ങനെ ജനാസയുമായി ഖബറടക്കാനുള്ള രംഗത്തിന് വേണ്ടി പോകുമ്പോ ആ കാലഘട്ടത്തിലെ പ്രസിദ്ധനായ ഫറസ്ദഖ് എന്ന് പറയുന്ന കവി അവിടെ സന്നിഹിതനായിരുന്നു. ഫറസ്ദഖ് ഒരു കവിയാണ്. അറബി സാഹിത്യം പഠിക്കുന്നവർക്കറിയാം. മദ്യപിച്ചുകൊണ്ട് മതോന്മത്തനായി സ്ത്രീകളുടെ വർണ്ണനകളെ കുറിച്ചും മറ്റുമൊക്കെയാണ് ഫറസ്ദഖ് ധാരാളം കവിതകൾ ചൊല്ലിയിട്ടുള്ളത്. മനോഹരമായ കാവ്യശില്പ ഭംഗിയുള്ള ഫറസ്ദഖിന്റെ കവിതകൾ സാഹിത്യത്തിൽ വളരെ പ്രസിദ്ധമാണ്. പക്ഷേ വ്യക്തി ജീവിതത്തിൽ ഫറസ്ദഖ് വളരെ മോശക്കാരനായിരുന്നു. ആളുകൾ പറഞ്ഞു, ഇന്ന് ജനങ്ങൾക്കിടയിൽ ഏറ്റവും നല്ലയാളും വന്നിട്ടുണ്ട്, ജനങ്ങൾക്കിടയിൽ ഏറ്റവും ചീത്തയാളും വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞു. ആരാ ഏറ്റവും നല്ലയാൾ? ഹസനുൽ ബസ്രി റളിയല്ലാഹു അൻഹു. ഏറ്റവും ചീത്തയാള് ഫറസ്ദഖിനെ കാണുന്നുണ്ട് കള്ളു കുടിച്ച് ഇദ്ദേഹം ഇങ്ങനെ നടന്നു പോകുന്നത്. അങ്ങനെ എല്ലാവരും ഖബറിന്റെ അവിടെ എത്തി. ഖബറിന്റെ അവിടെ ഈ സ്ത്രീയെ ഇങ്ങനെ മറമാടാൻ പോകുന്ന സമയത്ത് ഫറസ്ദഖ് പാടുകയാണ്. എല്ലാവരും ഇങ്ങനെ സ്തബ്ധരായി നിൽക്കുമ്പോ അഖാഫു വറാഅൽ ഖബരി ഇല്ലം തുആഫിനി അശദ്ദ മിനൽ ഖബരിൽ തിഹാബൻ വഅളിയഖാ ഇദാ ജാഅനി യൗമൽ ഖിയാമത്തി ഖായിദു അനീഫുൻ വസവാഖുൻ യസൂഖുൽ ഫറസ്ദഖാ ലഖദ് ഖാബ മിൻ ഔലാദി ആദമ മൻ മശാ ഇലൻ നാരി മഗ്ലൂലുൽ ഖലാദത്തി അസ്റഖാ. പെട്ടെന്ന് ഫറസ്ദഖിന്റെ ചിന്തകളിൽ നിന്ന് ഖബറിന്റെ ഭീകരമായ രംഗത്തെ കുറിച്ച് അല്ലാഹുവേ, എനിക്കെങ്ങാനും നീ മാപ്പ് ചെയ്തിട്ടില്ല എങ്കിൽ ഖബറിലെ ഭീകരത എന്തായിരിക്കും അല്ലാഹ്? ഫറസ്ദഖിനെ വലിച്ചു കൊണ്ടുപോകുന്ന രംഗം എന്തായിരിക്കും അല്ലാഹ്? ഇതങ്ങ് കേട്ടപ്പോഴേക്ക് മുഅ്മിനീങ്ങളെ, ആ സദസ്സിലുണ്ടായിരുന്ന മുഴുവൻ ആളുകളും ഏങ്ങലടിച്ച് കരഞ്ഞുപോയി. ബഹുമാനപ്പെട്ട ഹസനുൽ ബസരി പോലും കരഞ്ഞുപോയി. പറയുന്നയാള് മദ്യപാനിയാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഖബറിന്റെ ഭീകരതയെ കുറിച്ച് പറഞ്ഞപ്പോൾ അദ്ദേഹം കരഞ്ഞുകൊണ്ട് ഫറസ്ദഖിന്റെ അടുക്കൽ ചെന്ന് തോളിൽ കൈയിട്ടുകൊണ്ട് ചോദിച്ചു, അല്ലയോ ഫറസ്ദഖേ, വല്ലാത്ത ഹൃദയസ്പർശിയായ വരികളാണല്ലോ നീ പറഞ്ഞത്. മാ അഅദത്ത ലിഹാദൽ യൗമിർ റഹീം, ഈ ഭീകരമായ ദിവസത്തിന് വേണ്ടി, ഖബറിലെ ഏകാന്തതയ്ക്ക് വേണ്ടി എന്താണ് ഫറസ്ദഖേ നിങ്ങൾ തയ്യാറാക്കിയിട്ടുള്ളത്
എന്ന് ചോദിച്ചു. അപ്പോഴും ഫറസ്ദഖിനൊരു തമാശ, ലാ ഇലാഹ ഇല്ലല്ലാഹ് മുൻദു 60 ആമാ, ഞാൻ 60 വർഷമായി ലാ ഇലാഹ ഇല്ലല്ലാഹുമായി നടക്കുന്നയാളാണെന്ന് ഫറസ്ദഖ് പറഞ്ഞതായിട്ട് ചരിത്രത്തിൽ നമുക്ക് കാണുവാൻ കഴിയും. എന്റെ പ്രിയപ്പെട്ട സ്നേഹിതന്മാരെ, ഖബറിന്റെ ഉള്ളിലേക്ക് ഒരു മനുഷ്യനെ കൊണ്ടുപോയി വെക്കുമ്പോൾ ആ മനുഷ്യന്റെ ഈമാനിനനുസരിച്ച് ഖബറിനുള്ളിൽ അവന് ഗുണം ലഭ്യമാവുന്നു. അതില്ലാത്തതനുസരിച്ച് അവന് അല്ലാഹുവിന്റെ അടുക്കൽ നിന്ന് ശിക്ഷ അനുഭവിക്കുവാനും കഴിയുന്നു. 1-2 ഹദീസുകൾ ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരികയാണ്. നമ്മളൊക്കെ ഖബറിന്റെ കൗതുകങ്ങൾ കാണുന്നവരാണല്ലോ, ഖബറിന്റെ കൗതുകങ്ങൾ കാണുന്നവരാണല്ലോ. എന്നാൽ ഒന്നാമതായി നമ്മൾ അറിയേണ്ട ഒരു കാര്യം, നമുക്കൊരാളെ ഖബറടക്കേണ്ട രംഗമുണ്ടായാൽ റസൂലുള്ളാഹി പറയുകയാണ്, ഇദ്ഫനൂ മൗതാകും വസത ഖൗമിൻ സ്വാലിഹീൻ. നിങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയ ആളുകളെ നിങ്ങൾ നല്ല ആളുകൾ കിടക്കുന്നിടത്ത് കൊണ്ടുപോയി കിടക്കുക. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. നമ്മളുടെ പള്ളികളിലൊന്നും അതിനുള്ള സൗകര്യം ഉണ്ടായിരിക്കൂല, നമ്മുടെ ഭാഗ്യത്തിനനുസരിച്ചായിരിക്കും അത് വരിക. എന്തുകൊണ്ടെന്നാൽ ഫഇന്നൽ മയ്യിത യതഅല്ലാ ബിജാരിസൂ, കള്ളുകുടിയനാണെങ്കിൽ വ്യഭിചാരിയാണെങ്കിൽ ഈ വ്യക്തിക്ക് ഖബറിനുള്ളിൽ അനുഭവിക്കുന്ന ശിക്ഷ ഇവന്റെ അയൽക്കാരന് ബാധിക്കുമെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. സ്വഹാബികൾ ചോദിച്ചു, വഹൽ യൻഫഉൽ ജാറുസ് സാലിഹു ഫിൽ ആഖിറ, അങ്ങനെയാണെങ്കിൽ ഒരു നല്ല അയൽവാസിയെയാണ് കിട്ടിയതെങ്കിൽ അതവന് ഉപകാരപ്പെടുമോ? അതേ, ഉപകാരപ്പെടും. റസൂലുള്ളാഹി ചോദിച്ചു, ഹൽ യൻഫഉ ഫിദ് ദുനിയാ, ദുനിയാവിൽ ആ വ്യക്തിക്ക് ഉപകാരപ്പെടുമോ നല്ല അയൽവാസി? ഉപകാരപ്പെടുമെന്ന് പറയേണ്ടതില്ലല്ലോ. കദാലിക യൻഫഉ ഫിൽ ആഖിറ, അങ്ങനെയാണെങ്കിൽ അല്ലാഹുവിന്റെ അടുക്കൽ പരലോകത്തും ഈ വ്യക്തിക്ക് നല്ല അയൽവാസി ഉപകാരപ്പെടുമെന്ന് മുഹമ്മദ് മുസ്തഫ. എല്ലാവരും സ്വലാത്ത് ചൊല്ലൂ, മുഹമ്മദ് മുസ്തഫ. അല്ലാഹു തൗഫീഖ് ചെയ്യുമാറാകട്ടെ. അപ്പൊ അതൊരു ഭാഗ്യമാണ്. വേറെ ഒരു ഹദീസ് ഇങ്ങനെയാണ്, നിങ്ങൾ ഖബറിന്റെ ഉള്ളിലേക്ക് എത്തി നോക്കരുത്. ലാ തത്വലിഉ ഫിൽ ഖബർ, നിങ്ങൾ ഖബറിന്റെ ഉള്ളിലേക്ക് എത്തി നോക്കരുത്. ലാ തത്വലിഉ ഫിൽ ഖബർ, നിങ്ങൾ ഖബറിനുള്ളിലേക്ക് എത്തി നോക്കരുത്. നമ്മൾ ഖബറടക്കാൻ പോയ അങ്ങനെ ആയിരിക്കും, ഇത് വലിപ്പം കൂടുതലാണ്, ഇത് ആഴം കുറവാണ്, ഈ തടിയൻ എങ്ങനെയാണ് അതിന്റെ ഉള്ളിൽ കിടക്കുന്നത്, ഇങ്ങനെയൊക്കെ അഭിപ്രായം പറയുമ്പോ നമ്മൾ ഓർക്കണമല്ലോ. ഹബീബായ റസൂലുള്ളാഹി പറയുകയാണ്, ഫലഅസാ അൻ തഹുല്ലൽ ഉഖദു ഫതറാ ഹയ്യതൻ സൗദാ മുതവഖതൻ ഫീ ഉനുഖിഹി, ഒരു പക്ഷേ ആ ഖബറിന്റെ ഉള്ളിൽ കിടക്കുന്ന മനുഷ്യന്റെ ശരീരത്തിൽ പെട്ടെന്ന് തന്നെ അവന്റെ ശിക്ഷ നടപ്പാക്കുന്നത് നിങ്ങൾക്ക് കാണുവാൻ കഴിഞ്ഞേക്കാം. അതുകൊണ്ട് ആ ശിക്ഷ അത്രമേൽ വേഗത്തിൽ അവന് ലഭ്യമാകുന്ന കാഴ്ച നിങ്ങൾ കാണേണ്ടി വന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ സ്വബോധവും നിങ്ങളുടെ ബുദ്ധിയുമെല്ലാം നഷ്ടപ്പെട്ടു പോകുമെന്നത് കാരണത്താൽ നിങ്ങൾ ഖബറിനുള്ളിലേക്ക് എത്തി നോക്കരുതെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. നോക്കൂ നിങ്ങൾ, ഇന്നൽ മുഅ്മിന ഇദാ മാത, ഒരു സത്യവിശ്വാസിയായ ആള് മരിച്ചു കഴിഞ്ഞാൽ തജമ്മലത്തിൽ മഖാബിറു ലിമൗതിഹി, ഭൂമിയിലുള്ള മുഴുവൻ ഖബറടക്കപ്പെടുന്ന സ്ഥലങ്ങളും ഈ മനുഷ്യനെ സ്വീകരിക്കാൻ വേണ്ടി ഒരുങ്ങി നിൽക്കുന്നതാണ്. ഫലൈസ മിൻഹാ ബുഖഅത്തുൻ ഇല്ലാ വഹിയ തതമന്നാ അയ്യുദ്ഫന ഫീഹാ, ഭൂമിയിലുള്ള ഓരോ ഭാഗങ്ങളും എന്റെ സഹോദരീ സഹോദരന്മാരെ, ആ മനുഷ്യന്റെ മയ്യിത്ത് എന്റെ മുകളിൽ എന്റെ ഇടയിൽ അടക്കപ്പെട്ടിരുന്നെങ്കിൽ എന്ന് മോഹിക്കും. എന്നാൽ വഇന്നൽ കാഫിറ ഇദാ മാത, ഒരു അവിശ്വാസിയാണ് മരിക്കുന്നത്, ഒരു നന്ദി കെട്ടവനാണ്, തെമ്മാടിയാണ് മരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ അമുലമത്തിൽ മഖാബിറു ലിമൗതിഹി, ഇവന്റെ മരണം കാരണം ഖബറുകൾ മുഴുവൻ
മുഴുവൻ ഇരുട്ടിൽ മൂടുകയും അതിൽ നിന്നുള്ള ഓരോ ഭാഗവും അല്ലാഹുവിനോട് പടച്ചവനെ ഈ മനുഷ്യൻ ഇവിടെ ഖബറടക്കം ചെയ്യപ്പെടല്ലേ എന്ന് അല്ലാഹുവിനോട് പറയുകയും ചെയ്യുമെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ചിന്തിക്കണം നമ്മൾ പേദിലാപ്പെടുക. ഏറ്റവും നല്ല മയ്യിത്തുകൾ അടക്കപ്പെട്ടത് ഏറ്റവും നല്ല കൂട്ടുകാർക്കിടയിലും ഏറ്റവും നല്ല അയൽക്കാർക്കുമിടയിലുമാണ്. അതാണ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പരിശുദ്ധമായ ആ റൗള നമ്മെ ബോധ്യപ്പെടുത്തുന്നത് അല്ലേ? നബിയുടെ അയൽവാസി അബൂബക്കർ റളിയല്ലാഹു അൻഹു ആണ്. പ്രവാചകന്മാർ കഴിഞ്ഞാൽ പിന്നെ അത്യുന്നതങ്ങളിൽ നിൽക്കുന്ന മനുഷ്യൻ. പിന്നെ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു ആണ്. നോക്കൂ നിങ്ങൾ, നല്ലവരങ്ങനെയാണ് അടുക്കുക. ബഹുമാനപ്പെട്ട വരക്കൽ മുല്ലക്കോയ തങ്ങൾ നവ്വറല്ലാഹു മർഖദഹു എന്ന മഹാന്റെ മഹത്തായ നേതൃത്വത്തിലാണല്ലോ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുണ്ടായത്. നമ്മുടെയൊക്കെ ഓർമ്മയുള്ള കാലഘട്ടം 4 പതിറ്റാണ്ട് കാലം കേരളക്കരയിൽ ഓടി നടന്ന് അഹ്ലുസുന്ന വൽ ജമാഅക്ക് വേണ്ടി യത്നിച്ച അല്ലാഹുവിന്റെ ഔലിയാക്കളിൽ ഉന്നതമായ സ്ഥാനം വഹിക്കുകയും ഒരുപാട് കറാമത്തുകൾ ജീവിതത്തിലും മരണത്തിലും കാണിക്കുകയും ചെയ്ത നമ്മുടെ ഉസ്താദുമാരുടെ ഉസ്താദായ ശൈഖുനാ ശംസുൽ ഉലമാ ഇ.കെ. അബൂബക്കർ മുസ്ലിയാർ നവ്വറല്ലാഹു മർഖദഹു മഹാനവറുകളും ഒരുമിച്ച് കിടക്കുന്നവരാണ്. കണ്ടില്ലേ? നല്ല അയൽവാസികളായിട്ട് അല്ലാഹു തആല അവർക്ക് അവസരം നൽകുകയാണ്. ചില ആളുകൾ നല്ല അയൽവാസികളുടെ ഇടയിൽ വരാനുള്ള സാധ്യത ഉണ്ടാവില്ല. അവരാണ് പ്രിയപ്പെട്ടവരെ ഏകരായി അല്ലാഹു തമ്പുരാന് വേണ്ടി ഏകരായി മറവിട്ട് കിടന്ന് വലിയ വലിയ മഖ്ബറകളിൽ അന്തി ഉറങ്ങുന്നത് വലിയ വലിയ മഹാന്മാർ. അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അടക്കമുള്ള മഹാന്മാർ നമ്മെ ബോധ്യപ്പെടുത്തുന്ന കാര്യവും അതാണ്. നമ്മെ അങ്ങനെ താഴ്ത്തുന്ന ആരംഗം എന്നിട്ട് അവിടെ വെച്ച് പറയപ്പെടുമല്ലോ, അല്ലാഹുമ്മ ജാഫിൽ അർള അൻ ജംബി, അല്ലെങ്കിൽ അല്ലാഹുമ്മ ജാഫിൽ ഖബ്റ അൻ ജംബി. അല്ലാഹുവേ, ഖബറിന്റെ 2 ഭാഗങ്ങളും ഈ മനുഷ്യനിൽ നിന്ന് നീ അകറ്റണമേ. അതൊരു വല്ലാത്ത പ്രാർത്ഥന തന്നെയാണ്. എന്തുകൊണ്ടെന്നാൽ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, ഹുദൈഫ റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുന്ന ഹദീസിൽ കാണാം, ഒരിക്കൽ ഞങ്ങൾ നബിയോടുകൂടെ ഒരു ജനാസ സംസ്കരണത്തിൽ പങ്കെടുത്തു. അവിടുന്ന് ആ ഖബറിന്റെ അവിടെ ഇരുന്നു. ഖഅദ അലാ ശിഖ്ഖിഹി, അവിടുന്ന് ആ ഖബറിന്റെ അവിടെ ഇരുന്നു. ഫജഅല യുറദ്ദിദു ബസറഹു ഫീ, ഇടയ്ക്കിടയ്ക്ക് ആ ഖബറിലേക്ക് നോക്കും, എന്നിട്ട് മുകളിലേക്ക് നോക്കും. അങ്ങനെ നോക്കിക്കൊണ്ടിരുന്നു. അവിടുന്ന് പറയുകയാണ്, യുൽഗതു ഫീഹിൽ മുഅ്മിനു, ഏതൊരു മുഅ്മിനായ മനുഷ്യനാണെങ്കിൽ പോലും ആ മനുഷ്യൻ ഖബറിന്റെ ഉള്ളിൽ പരസ്പരം കൂട്ടിച്ചേർക്കപ്പെടും, പരസ്പരം കൂട്ടപ്പെടും. എത്രത്തോളം എന്ന് വെച്ചാൽ ആ ഖബറിന്റെ ഉള്ളിൽ നിന്ന് അവന്റെ ശരീരം കൂടുമ്പോ അവന്റെ വാരിയെല്ലുകൾ പരസ്പരം കോർക്കപ്പെടുകയും അത് മുറിക്കപ്പെടുന്ന ശബ്ദം ആകാശഭൂമികൾക്കിടയിൽ കേൾക്കപ്പെടുകയും ചെയ്യുമെന്ന് ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മൾ കണ്ടിട്ടുണ്ടാവില്ല, നമ്മളുടെ എത്ര സാങ്കേതിക വിദ്യ ഉപയോഗിച്ചാലും കാണാൻ കഴിയില്ല. ഹബീബായ നബി തിരുമേനി പറയുകയാണ്. ഞാൻ നേരത്തെ പറഞ്ഞുവല്ലോ, സഅദ് ബിൻ മുആദ് റളിയല്ലാഹു അൻഹുവിന്റെ മയ്യിത്ത് സംസ്കരണത്തെ കുറിച്ച് ഹദീസിൽ കാണാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നേതൃത്വത്തിൽ സഅദ് ബിൻ മുആദ് റളിയല്ലാഹു അൻഹുവിന്റെ മയ്യിത്ത് അടക്കം ചെയ്യപ്പെടുകയാണ്. ഫസബ്ബഹ റസൂലുള്ളാഹ്, പെട്ടെന്നുണ്ട് റസൂലുള്ളാഹി സുബ്ഹാനല്ലാഹ് സുബ്ഹാനല്ലാഹ്. അപ്പൊ ജനങ്ങളും ചൊല്ലി സുബ്ഹാനല്ലാഹ് സുബ്ഹാനല്ലാഹ്. പെട്ടെന്ന് റസൂലുള്ള പറഞ്ഞു അല്ലാഹു അക്ബർ. അപ്പൊ ജനങ്ങളും പറഞ്ഞു അല്ലാഹു അക്ബർ. കുറച്ചു കഴിഞ്ഞപ്പോ ജനങ്ങൾ ചോദിച്ചു, നബിയേ, ജനങ്ങൾ ചോദിച്ചു, യാ റസൂലല്ലാഹ് ലിമ സബ്ബഹത, എന്തിനാ നബി അങ്ങ് ഇങ്ങനെ തസ്ബീഹ് ചൊല്ലിയത്?
സഅദ് ബിൻ മുആദ് എന്ന അൻസ്വാരികളുടെ നേതാവായിരുന്ന വളരെ ചുറുചുറുക്കുണ്ടായിരുന്ന പ്രവർത്തകൻ, സ്വഹാബികളിൽ അദ്വിതീയനും പ്രഗൽഭനുമായിരുന്ന ആ മഹാനായ മനുഷ്യനെ സംബന്ധിച്ച് റസൂലുള്ളാഹി പറയുകയാണ്, ലഖദ് തലായഖ അലാ ഹാദർ റജുലി സ്വാലിഹി ഖബറുഹു. ഈ നല്ല മനുഷ്യനെ പോലും ഖബർ ഇടുക്കി കളഞ്ഞു. നോക്ക് നിങ്ങൾ, റസൂലുള്ളാഹി പറയുകയാണ്, അങ്ങനെ ഞാൻ ദുആ ചെയ്തപ്പോൾ ആ ദുആ കൊണ്ട് അല്ലാഹു എന്നെ ആ സഹോദരനെ രക്ഷിച്ചു. ലൗ നജാ മിൻ ലമ്മത്തിൽ ഖബരി അഹദുൻ, ഖബറിന്റെ ഇടുക്കലിൽ നിന്ന് ഏതെങ്കിലും ഒരു മനുഷ്യൻ രക്ഷപ്പെടുമായിരുന്നുവെങ്കിൽ ലനജാ സഅദ് ഇബ്നു മുആദ്, ഈ സഅദ് ഇബ്നു മുആദ് രക്ഷപ്പെടുമായിരുന്നു എന്ന് ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. വേറെ ഒരു ഹദീസിൽ കാണാം, നബിയുടെ പ്രിയപ്പെട്ട മകളായ സൈനബ് റളിയല്ലാഹു അൻഹ വഫാത്തായി പോയി. നോക്കണം നിങ്ങൾ, സൈനബ് റളിയല്ലാഹു അൻഹ നബിയുടെ ഏറ്റവും വലിയ ഒരു ദുഃഖം അതാണ്. നമ്മൾ പഠിക്കേണ്ട ഒരു കാര്യമാണ്. റസൂലുള്ളാഹിയുടെ ജീവിതത്തിൽ അവിടത്തേക്ക് വേണ്ട എല്ലാവരും വഫാത്തായി പോയി എന്നുള്ളതാണ് ജീവിതകാലം. മരണത്തിന്റെ ദുഃഖം വല്ലാത്ത ദുഃഖാണല്ലോ. നമ്മുടെ മുത്ത് നബി ജനിക്കുന്നതിന്റെ മുമ്പേ വാപ്പല്യ വഫാത്തായി പോയി. ഉമ്മയില്ല ഒരവസരത്തിൽ മദീനയിൽ നിന്ന് സ്വഹാബികളുടെ കൂടെ റസൂലുള്ളാഹി തങ്ങൾ ഇങ്ങനെ യാത്ര ചെയ്യുകയാണ്. അവസാനം ഖബർ എന്ന് തോന്നിക്കുന്ന ഒരു ഭാഗത്ത് റസൂലുള്ളാഹി ഇരുന്നു. ഫബകാ, എന്നിട്ട് നബി തിരുമേനി അങ്ങ് കരയാൻ തുടങ്ങി. ഫബകാ, അപ്പോൾ റസൂലുള്ളാഹിയുടെ കൂടെയുള്ള സ്വഹാബികളും കരഞ്ഞു. എന്തിനാണ് സ്വഹാബികളെ നിങ്ങൾ കരഞ്ഞത്? ബകൈത ഫബകൈനാ, അങ്ങ് കരഞ്ഞു അതുകൊണ്ട് ഞങ്ങളും കരഞ്ഞു. എന്തിനാണ് നിങ്ങൾ കരഞ്ഞത് നബിയേ? അവിടുന്ന് പറഞ്ഞു, ഹാദാ ഖബറു ഉമ്മി ആമിന, എന്റെ ഉമ്മയായ എന്റെ 6-ാം വയസ്സിൽ എന്നെ ഏകനായി കൊണ്ട് വിട്ടുപിരിഞ്ഞ എന്റെ ഉമ്മയുണ്ടല്ലോ, ആ ഉമ്മയുടെ ഖബറിടമാണിത്. ഉമ്മായുടെ ഖബറിന്റെ അവിടെ വന്നപ്പോ എന്റെ കൊച്ചുകാലത്തുള്ള ചെറുപ്പകാലത്തുള്ള ഓർമ്മകൾ ഞാൻ മുഴുകിപ്പോയി. സങ്കടം സഹിക്കവയ്യാതെ ഞാൻ കരഞ്ഞു പോയതാണ് എന്ന് ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. എല്ലാവരും വഫാത്തായി പോയി. മക്കളിൽ നിന്ന് ഓരോരുത്തരും വഫാത്തായി പോയി. നമ്മൾ പഠിക്കേണ്ട കാര്യമാ. ഹബീബായ നബി തിരുമേനിക്ക് വലിയ ഒരു മോഹമുണ്ടായിരുന്നു, ഒരാൺ കുഞ്ഞെങ്കിലും ഉണ്ടായിരുന്നെങ്കിലെന്ന്. ഒരൊറ്റ ആൺകുഞ്ഞ്. എല്ലാ ആൺകുഞ്ഞുങ്ങളും മരിച്ചുപോയി. ഖാസിമും അബ്ദുള്ളയും മരിച്ചുപോയി. മദീനയിലേക്ക് എത്തുന്നതിന്റെ മുമ്പേ അവര് നിര്യാണം പ്രാപിച്ചു. അവസാനം മുഖൗഖിസ് എന്ന രാജാവ് സമ്മാനിച്ച എന്ന് പറയുന്ന കോപ്റ്റിക് വംശജയായ ഉമ്മഹാത്തുൽ മുഅ്മിനീങ്ങളിൽപ്പെട്ട സ്ത്രീക്ക് അല്ലാഹുവിന്റെ റസൂലിന്റെ അവസാന കാലഘട്ടത്തിൽ ഗർഭം പ്രാപിച്ചു, ഗർഭം ധരിച്ചു. എല്ലാവർക്കും വലിയ സന്തോഷമായി. ഹബീബായ നബിയുടെ മുഖത്ത് വലിയ സന്തോഷവും വലിയ ആനന്ദവും പടരുകയാണ്. എനിക്കൊരു കുഞ്ഞുണ്ടാവാൻ പോവുകയാണല്ലോ. ആരിയാ ബീവിയെ പള്ളിയിൽ നിന്ന് കുറച്ചപ്പുറത്തുള്ള ഒരു മുന്തിരിത്തോട്ടത്തിൽ, ഈ തപ്പനയുടെ തോട്ടങ്ങൾക്കിടയിലുള്ള ഒരു വള്ളിക്കുടിൽ, മുന്തിരി വള്ളികൾ കൊണ്ടുണ്ടാക്കിയ ഒരു കുടിലിൽ കൊണ്ടുപോയി പാർപ്പിച്ചു. ഗർഭിണിയായ തന്റെ പ്രിയതമയെ കാണാൻ പോകും. രാവിലെയും വൈകുന്നേരവും അവിടെ കണ്ടുകൊണ്ട് റസൂലുള്ളാഹിയുടെ വാർദ്ധക്യത്തിലേക്ക് അടുക്കുന്ന പ്രവാചകന്റെ മുഖത്ത് വല്ലാത്ത സന്തോഷമാകും. അവസാനം മാരിയത്തുൽ ഖിബ്തിയെ പ്രസവിച്ചു. റസൂലുള്ളാഹിയുടെ മുഖത്ത് വലിയ സന്തോഷമുണ്ടായല്ലോ. ഇബ്രാഹിം എന്ന കുഞ്ഞിന് പേര് ലഭിച്ചു. അവിടുത്തെ പ്രവർത്തനത്തിൽ ചടുലതയും താളവും കൈവന്നു. ഇടക്കിടക്ക് മകനെ പോയി കാണും. ഒഴിവ് കിട്ടുമ്പോ തന്റെ പ്രിയപ്പെട്ട മകന്റെ പാൽ പുഞ്ചിരിയിൽ ലയിച്ചവിടുന്ന് നിൽക്കും. ആയിഷ ബീവിയോട് കൂടെ പോയിട്ട് ചോദിക്കും, ആയിഷ എങ്ങനെയുണ്ട് ഇബ്രാഹിം? എന്റെ ചുണ്ടുകൾ തന്നെയല്ലേ, എന്റെ കണ്ണുകൾ തന്നെയല്ലേ, എങ്ങനെയുണ്ട് ആയിഷ എന്ന് ചോദിക്കും. ബഹുമാനപ്പെട്ട റസൂലുള്ളാഹിയെ ദുഃഖഭരിതനാക്കിക്കൊണ്ട് ബഹുമാനപ്പെട്ട ഇബ്രാഹിം എന്ന കുഞ്ഞവിടുത്തെ 2-ാമത്തെ വയസ്സിൽ മരണപ്പെടുകയാണ്. എത്രമേൽ വലിയ ദുഃഖമാ. അങ്ങനെ
ഹബീബായ നബിയുടെ ജീവിതത്തിൽ കുഞ്ഞുങ്ങൾ വഫാത്തായി പോയി. സൈനബ് റളിയല്ലാഹു അൻഹ വഫാത്തായപ്പോ റസൂലുള്ളാഹിയുടെ മുഖം ഫറഅയ്നാ മുഹ്തമ്മൻ ശദീദൽ ഹുസ്നി. റസൂലുള്ളാഹി ദുഃഖം കഠിനമായ അവസ്ഥയിലാണ് ഞങ്ങൾ കാണുന്നത്. എത്ര വലിയ സങ്കടമുണ്ടാകും ആ മഹാനായ മനുഷ്യന്. കാരണം ഉമ്മ ചെറുപ്പത്തിലെ മരിച്ചുപോയിരുന്നു. സൈനബിന്റെ വിവാഹവുമായി ബന്ധപ്പെട്ട് ഒരുപാട് ബുദ്ധിമുട്ടുകൾ സഹിച്ചിട്ടുണ്ടായിരുന്നു സൈനബ്. അങ്ങനെ ദുഃഖപൂരിതനായിട്ട് റസൂലുള്ള ഖബറിലേക്ക് വരികയാണ്. ഫഖഅദ അലൽ ഖബരി ഹനീഅതൻ. ബഹുമാനപ്പെട്ട റസൂലുള്ള ഖബറിന്റെ സമീപത്തിരുന്നു. വജഅല യൻദുറു ഇലസ്സമാ. എന്നിട്ട് ഇങ്ങനെ മാനത്തേക്ക് നോക്കും. കുറച്ചു കഴിഞ്ഞപ്പോ ഖബറിന്റെ ഉള്ളിൽ ഇറങ്ങി. ഞങ്ങൾ നോക്കിയപ്പോ വിതുമ്പുന്നു റസൂലുള്ള. അവിടുത്തെ മുഖം ഇങ്ങനെ ആകെ വിവർണമായിരിക്കുന്നു. ഞങ്ങൾ നോക്കിയപ്പോൾ ആ ഖബറിന്റെ ഉള്ളിൽ നിന്ന് റസൂലുള്ള സന്തോഷത്തോടുകൂടെ പുറത്തു വരികയാണ്. ഞങ്ങൾ ചോദിച്ചു, നബിയെ എന്താണ് ഇങ്ങനെ ദുഃഖിച്ചതും സന്തോഷിച്ചതും? അവിടുന്ന് പറഞ്ഞു, കുന്തു അദ്കുറു ലീഖൽ ഖബരി വഗമ്മഹു വളുഅഫ സൈനബ. സൈനബിന്റെ പ്രയാസം, സൈനബ് വളരെ ബലഹീനയാണ്. ഈ ഖബറിന് എടുക്കാൻ മാത്രമുള്ള ആരോഗ്യമൊന്നും എന്റെ പുന്നാര മകൾക്കില്ലല്ലോ. അതെനിക്ക് വലിയ സങ്കടമായി തോന്നി. ഞാൻ അല്ലാഹുവിനോട് ദുആ ചെയ്തു, റബ്ബേ എന്റെ മകളായ സൈനബ് പാവമാണ്. സൈനബിനെ താൽക്കാലികമായി അതിൽ നിന്ന് നീ രക്ഷപ്പെടുത്തണേ എന്ന് ഞാൻ ദുആ ചെയ്തു. പക്ഷേ അല്ലാഹു തമ്പുരാൻ ഇടുക്കലിൽ നിന്ന് രക്ഷപ്പെടുത്തിയില്ലെങ്കിലും അത് വളരെ ലഘൂകരിച്ചു കൊടുത്തു. വലാകിൻ ലഅതഹാ ലഗ്തതൻ സമിഅഹാ മൻ ബൈനൽ ഖാഫിഖൈൻ ഇല്ലൽ ഇൻസു വൽ ജിന്നു. ജിന്നുകളും ഇൻസുകളുമല്ലാത്ത എല്ലാ ജീവജാലങ്ങളും സൈനബിന്റെ ആ ശബ്ദം കേട്ടുവെന്ന് ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. ഇതൊക്കെ നമ്മൾ ഉൾക്കൊള്ളുകയും ചിന്തിക്കുകയും ചെയ്യേണ്ട കാര്യമാണ് എന്റെ പ്രിയപ്പെട്ടവരെ. അല്ലാഹുവിന്റെ റസൂല് പറയുകയാണ്, നിങ്ങൾ ഖബറിനെ ഓർക്കണം. എന്തുകൊണ്ടെന്നാൽ നാളെ നിങ്ങൾക്ക് പോയി കിടക്കാനുള്ള ഖബറുണ്ടല്ലോ. ആ ഖബർ നിങ്ങളോട് വിളിച്ചു പറയുന്നുണ്ട്, അന ബൈത്തുൽ ഖുർബാ, ഞാൻ അപരിചിതത്വത്തിന്റെ വീടാണ്. അന ബൈത്തുൽ വഹദാ, ഞാൻ യുടെ വീടാണ്. അന ബൈത്തുൽ തുറാബ്, ഞാൻ മണ്ണിന്റെ വീടാണ്. അന ബൈത്തുൽ ദൂദ്, ഞാൻ പുഴുക്കളുടെ വീടാണ്. അല്ലേ? ചിതലും പുഴുക്കളും താവളം പെരുത്തുണ്ടതിൽ, സന്തോഷമാണവയ്ക്കു നീ ചൊല്ലുന്നതിൽ. അല്ലേ? എന്തെല്ലാം കാര്യങ്ങളാണ് നമ്മൾ ആലോചിക്കേണ്ടത്. നമ്മളിങ്ങനെ സന്തോഷത്തില് സമാധാനത്തില് വളരെ ആഹ്ലാദഭരിതരായി ജീവിക്കുമ്പോ എന്റെ പ്രിയപ്പെട്ടവരെ, അടുത്ത നിമിഷം നമ്മുടെ കാൽപാദം വെക്കാനുള്ള ഖബറെന്ന കുഴിയെ കുറിച്ച് നമ്മൾ ഓർക്കണം. എത്ര സുന്ദരിയാണെങ്കിലും എത്ര ആരോഗ്യമുള്ളവളാണെങ്കിലും അവനാണെങ്കിലും ഹാ പുഷ്പമേ അധിക തുംഗപദത്തിലെത്ര ശോഭിച്ചിരുന്നിതൊരു രാജ്ഞി കണക്കയെ നീ. ശ്രീഭൂവിലസ്ഥിര അസംശയമിന്നു നിന്റെ യാഭൂതിയെങ്ങു പുനരെങ്ങു കിടപ്പിതോർത്താൽ. കുമാരനാശാന്റെ ഒരു കവിതയാണ്. പ്രശോഭിച്ചു നിന്നിരുന്ന ഒരു റോസാപ്പൂ കൊഴിഞ്ഞ് താഴേക്ക് വീണപ്പോ കുമാരനാശാൻ വീണ പൂവിനെ നോക്കി പാടുന്ന കാര്യമാണ്, ഹാ പുഷ്പമേ പൂവേ നീ എത്ര ഉന്നതമായ സ്ഥലത്ത് നിന്ന് ശോഭിച്ചിരുന്ന പൂവായിരുന്നു. ഇന്ന് നീ മണ്ണ് കിടക്കുകയാണ്. കണ്ണേ മടങ്ങുക, കരിഞ്ഞു മലിഞ്ഞു കരിഞ്ഞു മലിഞ്ഞു മാശു മണ്ണാകും ഈ മലർ. ഈ മലരിന്, ഈ പൂവിന് കരിഞ്ഞു മണ്ണോട് ചേരും എന്നാണ് കുമാരനാശാൻ പറഞ്ഞത്. അപ്പൊ നമ്മളൊക്കെ വളരെ ഗൗരവപൂർവം അതിനെ സംബന്ധിച്ച് ആലോചിക്കുക. ഖബറിന്റെ ഉള്ളിൽ ഒരു മനുഷ്യൻ വെക്കപ്പെട്ട് കഴിഞ്ഞാൽ അവൻ സത്യവിശ്വാസിയാണെങ്കിൽ
അവന്റെ കണ്ണെത്താ ദൂരത്തോളം ആ ഖബർ അവന് വിശാലമാക്കപ്പെടുമെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഖബർ അവന് വിശാലമാക്കപ്പെടും. അവനോട് പറയപ്പെടുന്നതാണ് നം കനൗമത്തിൽ അറൂസ്, ഒരു പുതുമണവാളൻ ഉറങ്ങുന്ന സുഖം അനുഭവിച്ചുകൊണ്ട് നീ ഉറങ്ങണമെന്ന് വിശ്വാസിയായ ഒരു മനുഷ്യനോട് ഖബറിൽ വെച്ച് പറയപ്പെടുമെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അവൻ ഖബറിൽ വെക്കപ്പെട്ട് കഴിഞ്ഞാൽ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു ജാഅത്തിസ് സ്വലാത്ത്, അവന്റെ ഒരു ഭാഗത്തുകൂടെ അവന്റെ നിസ്കാരങ്ങൾ വരികയാണ്, മറ്റൊരു ഭാഗത്തുകൂടെ അവന്റെ നോമ്പുകൾ വരികയാണ്, മറ്റൊരു ഭാഗത്തുകൂടെ അവന്റെ സൽക്കർമ്മങ്ങൾ വരികയാണ്. ഒരു ഹദീസിൽ കാണാം യഅതീഹി റജുലുൻ ശാബുൻ ശാഹിബുൽ ലൗൻ, നല്ല നിറമുള്ള സുഗന്ധപൂരിതനായ ആരോഗ്യമുള്ള ഒരു ചെറുപ്പക്കാരൻ അവന്റെ അടുക്കലേക്ക് വരും. വന്നിട്ട് ഈ ഖബറിൽ കിടക്കുന്നയാള് അയാളോട് ചോദിക്കും മൻ അന്താ, നീ ആരാണ്? വന്നയാള് പറയും അമാ തഅരിഫുനി, എന്നെ നീ അറിയില്ലേ? അനൽ ഖുർആനുല്ലദീ അസ്ഹർത ലൈലക, രാത്രി ഉറക്കമൊഴിച്ച് നീ ഓതാറുണ്ടായിരുന്നല്ലോ ഖുർആൻ, ആ ഖുർആനാണ് ഞാനെന്ന് ഈ വന്ന മനുഷ്യൻ മറുപടി പറയും. നോക്ക് നിങ്ങൾക്ക് എന്തൊരു സന്തോഷായിരിക്കും. രാത്രി ഉറക്കൊഴിച്ച് ഓതിയവർക്ക്, രാവിലെ പരിശുദ്ധ ഖുർആൻ പാരായണം ചെയ്തവർക്ക് ഖബറിന്റെ ഉള്ളിൽ അല്ലാഹു തമ്പുരാൻ ആ ഖുർആനിനെ ഒരു മനുഷ്യ രൂപത്തിൽ നൽകുമെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. നോക്കൂ നിങ്ങൾ, നിസ്കാരം അവനോട് പറയുമെന്നാണ്. നീ കണ്ടില്ലേ അദാബിന്റെ രംഗങ്ങൾ നീ കണ്ടില്ലേ? എന്നാൽ അല്ലാഹു തആല നിന്നെ അതിൽ നിന്ന് രക്ഷപ്പെടുത്തിയിരിക്കുകയാണ്. വല്ലാഹി അസാല ദായിമൻ ഉംറുഹു കുല്ലുഹു ഫിൽ അമൽ വ ഇന്നമസ്തറാഹൽ ആൻ. അദാബിന്റെ ഈ അക്രമികളായ, ഈ മുഴുവൻ അക്രമികളായ ആ സന്നാഹങ്ങളോടും നിസ്കാരം പ്രതിരോധം തീർത്തുകൊണ്ട് പറയുന്നതാണ്, അല്ലയോ അക്രമികളെ, ഈ മനുഷ്യനിൽ നിന്ന് നിങ്ങൾ അകന്നകന്നു പോകണം. എന്തുകൊണ്ടെന്നാൽ ഈ മനുഷ്യൻ അയാളുടെ ജീവിതത്തിൽ നിസ്കാരത്തിലായിരുന്നു. രാത്രി ഈ മനുഷ്യൻ മഗ്രിബ് നിസ്കരിക്കും, സുന്നത്തുകൾ നിസ്കരിക്കും, ഇശാഉകൾ നിസ്കരിക്കും, സുന്നത്തുകൾ നിസ്കരിക്കും, ഉറക്കിനിടയിൽ എഴുന്നേറ്റ് തഹജ്ജുദ് നിസ്കരിക്കും, സുബ്ഹിയുടെ മുൻപുള്ള സുന്നത്ത് നിസ്കരിക്കും, സുബ്ഹി നിസ്കരിക്കും. ഇങ്ങനെ നിസ്കാരത്തിലായിരുന്നു ഈ മനുഷ്യൻ. അതുകൊണ്ട് നിങ്ങൾ അകന്നു പോവുക എന്ന് നിസ്കാരം ഈ മനുഷ്യനോട് പറയുമെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുപോലെ അവന്റെ ക്ഷമ വരും, അവന്റെ ക്ഷമ അവനോട് സംസാരിക്കും. അവന്റെ അടുക്കലേക്ക് മലക്കുകൾ വരും. ആ മലക്കുകൾ അബ്സാറുഹാ കൽബർഖിൽ ഖാതിഫ് വ അസ്വാതുഹുമാ കർറഅദ്, വലിയ ഇടിമുഴക്കമുള്ള ശബ്ദവുമായി ഭീകരമായ രൂപത്തിൽ ആ മലക്കുകൾ വരുന്നു. പക്ഷേ ഈ നല്ല മനുഷ്യന്റെ അടുക്കലേക്ക് വരുമ്പോ ആ മനുഷ്യന്റെ അടുക്കലേക്ക് വരുന്ന മലക്കുകൾ സുന്ദരമായ രൂപം സ്വീകരിക്കും. അവർ മനോഹരമായ രൂപത്തിലാകും. ഖബറിന്റെ ഉള്ളിൽ കിടക്കുന്നയാളുടെ ബേജാറ് പ്രിയപ്പെട്ടവരെ നമ്മൾ ഓർക്കണം. ഇന്നൽ മയ്യിത്ത യഖഉദു വഹുവ യസ്മഉ ഖത്വ അവൻ അവന്റെ അടുക്കൽ നിന്ന്, അവന്റെ ഖബറിന്റെ അരികിൽ നിന്ന് നടന്നു പോകുന്ന ആളുകളുടെ കാൽപാദത്തിന്റെ ശബ്ദം പോലും അവൻ കേൾക്കാൻ കഴിയും. ആ സമയത്താണ് മലക്കുകൾ ഇവന്റെ അടുക്കലേക്ക് വരുന്നത്. ഇവന്റെ അടുക്കലേക്ക് മലക്കുകൾ വന്നിട്ട് ഇവനോട് ചോദിക്കുന്നു, മൻ റബ്ബുക. ഞാനതൊന്നും വിശദീകരിക്കുന്നില്ല, നമ്മൾ സാധാരണ കേൾക്കുന്ന കാര്യങ്ങളാണ്. നിന്റെ റബ്ബാരാണ്?
നിന്റെ ദീൻ ഏതാണ്, നിന്റെ നബി ഏതാണ്, അതുപോലെയുള്ള ചോദ്യങ്ങൾ ചോദിക്കുമ്പോ നല്ലവനാണെങ്കിൽ ഇവൻ പറയുന്നു അല്ലാഹു റബ്ബി. കാരണം ഇവൻ നിസ്കരിച്ചിട്ടുണ്ടായിരുന്നു, ഇവൻ ഇബാദത്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, ഇവൻ സൽക്കർമ്മങ്ങൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഇവൻ ഇത് പറയുവാൻ കഴിയുന്നതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ചിത്രം കാണിച്ചുകൊണ്ട്, റസൂലുള്ളാഹിയുടെ രൂപം കാണിച്ചുകൊണ്ട് ഈ മനുഷ്യനെ സംബന്ധിച്ച് ചോദിക്കുന്നു, മാ കുന്ത തഖൂലു ഫീ ഹാദർ റജുലില്ലദീ കാന ബൈന അൽഹുരിക്കും. നിങ്ങൾക്കിടയിൽ ഉണ്ടായിരുന്ന ഈ മനുഷ്യനെ കുറിച്ച് നിങ്ങൾക്ക് എന്താണ് നിനക്ക് അഭിപ്രായപ്പെടുവാനുള്ളത്? ആ സമയത്ത് ഇദ്ദേഹം പറയുന്ന ഓരോ കാര്യങ്ങളും അല്ലാഹുവിനെ കുറിച്ചും നബിയെ കുറിച്ചും ഓരോരുത്തരെ കുറിച്ചും പറയുന്നു. നമുക്ക് പറയാൻ കഴിയണം, അല്ലാഹു തൗഫീഖ് ചെയ്യുമാറാകട്ടെ. നന്നായിട്ട് ആമീൻ പറയൂ, അല്ലാഹു തൗഫീഖ് ചെയ്യുമാറാകട്ടെ. ഇതേതെങ്കിലും അമേരിക്കയിലെയോ ബ്രിട്ടനിലെയോ ഒന്നും കാര്യമല്ല, നമ്മുടെ ഓരോരുത്തരുടെയും കാര്യം, നമ്മുടെ ഓരോരുത്തരുടെയും കാര്യം അല്ലേ? മുഅ്മിനായ ഒരു മനുഷ്യന്റെ അടുക്കലേക്ക് വരുമ്പോ ആ മുഅ്മിൻ അവിടെ ഇങ്ങനെ ഉറങ്ങായിരിക്കുന്നതാണ്. ഹദീസിൽ കാണാം, മുഅ്മിനായ മനുഷ്യനെ ഈ മലക്കുകൾ ഉറക്കിൽ നിന്നും മാർദ്ദവമേറിയ രൂപത്തിലായിരിക്കും വിളിക്കുന്നത്. അങ്ങനെ ഇവൻ മറുപടി ഒക്കെ അങ്ങ് പറഞ്ഞു കഴിഞ്ഞാലോ, ഫയുനാദി മുനാദ്, അവിടെ നിന്നൊരു അശരീരി കേൾക്കുന്നതാണ് ഖബറിന്റെ ഉള്ളിൽ നിന്ന്, അൻ ഖദ് സദഖ, സത്യം പറഞ്ഞു ഇവൻ. ഫഅഫ്രിശൂഹു മിനൽ ജന്ന, അവന് സ്വർഗ്ഗത്തിലുള്ള വിരിപ്പുകൾ വിരിച്ചു കൊടുക്കൂ. വഅൽബിസൂഹു മിനൽ ജന്ന, അല്ലാഹു തആലയുടെ മലക്കുകൾ പറയുന്നു, സ്വർഗ്ഗത്തിലുള്ള വസ്ത്രങ്ങൾ അവന് നൽകൂ എന്ന് അവന് വേണ്ടി പറയപ്പെടുമെന്ന് ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അവന്റെ അടുക്കൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നിസ്കാരം അവന്റെ തലയുടെ ഭാഗത്തും, അവന്റെ സ്വതക്കകൾ അവന്റെ വലതുഭാഗത്തും, അവന്റെ നോമ്പ് അവന്റെ ഹൃദയത്തിന്റെ ഭാഗത്തും വന്നുകൊണ്ട് ഇവനെ ഇങ്ങനെ സമാധാനിപ്പിക്കുമെന്ന് ഹബീബായ അഷ്റഫുൽ ഖൽഖ് ത്വഹ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു. എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ പള്ളിക്കാടുകളിൽ നമ്മളാരും പുറത്ത് കേൾക്കുന്നില്ലല്ലോ, നമ്മളാരും കാണുന്നില്ലല്ലോ, അറിയുന്നില്ലല്ലോ എന്ന് കരുതി നമ്മളാരും അതിനെ കളവാക്കാൻ പോകരുത്. അതിന്റെ ഉള്ളിൽ നടക്കുന്നുണ്ടാകും, നമുക്ക് നടക്കും, നാളെ നമ്മളത് അനുഭവിക്കുക തന്നെ ചെയ്യും. അക്കാണും പള്ളിക്കാട്ടിൽ ഒരു നാളിൽ നമ്മൾ പോണ്ടേ, എന്നാണെന്നറിയില്ലേലും എന്തായാലും നമ്മൾ പോണ്ടേ. വല്ലാത്ത വരികളാണ്. അവിടുന്നായിരിക്കും ഈ ചോദ്യങ്ങൾ മുഴുവൻ ഉണ്ടാവുക. മുഅ്മിനീങ്ങളെ, ഇതൊന്നും പരിചയമില്ലാത്തവനാണെങ്കിൽ അവൻ പറയുന്നു ലാ അദ്രി. ഓരോ ചോദ്യത്തിനും അവൻ പറയുന്നത് എനിക്കറിയില്ല, അല്ലാഹ് എനിക്കറിയില്ല. ആ സമയത്ത് അല്ലാഹുവിന്റെ മലക്കുകൾ, ഭീകര സ്വരൂപങ്ങളായ മലക്കുകൾ പറയുന്നത് ലാ ദറൈത, നിനക്കറിയില്ല അല്ലേ, നിനക്കറിയില്ല അല്ലേ എന്ന് ചോദിച്ചുകൊണ്ട് ആ മലക്കുകൾ അവനെ വളരെ ക്രൂരമായ രീതിയിൽ ദണ്ഡുകൾ ഉപയോഗിച്ചുകൊണ്ട് അവനെ ശിക്ഷിക്കുകയും അവനിങ്ങനെ തട്ടഹസിക്കുകയും നരകത്തിന്റെ ഭീകരതയിലേക്ക്, അവന്റെ ഖബറിന്റെ ഏകാന്തതയിൽ അവന് നരകത്തിന്റെ ഭീകരത അവന് നൽകപ്പെടുകയും ചെയ്യുമെന്ന് ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. മുൻകർ നകീർ എന്ന് പറയുന്ന ആ രണ്ട് മലക്കുകൾ ഖബറിന്റെ ഉള്ളിൽ അദാബിന് വേണ്ടി, അല്ലാഹുവിന്റെ ശിക്ഷയ്ക്കും വേണ്ടി അല്ലാഹു തആല പ്രത്യേകം നിശ്ചയിച്ച മലായികത്തുകളാണ്. ആ മലക്കുകളുടെ ഏറ്റവും വലിയ പരിപാടി എന്ന് പറയുന്നത് ഈ മനുഷ്യനുള്ള ശിക്ഷകൾ നൽകലാണെന്ന് ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒന്ന് രണ്ട് പോയിന്റുകൾ അതിന്റെ ഇടയിൽ പറയാം. അല്ലാഹു തആല ഖബറിന്റെ ഉള്ളിൽ ചോദ്യം ചെയ്യാതെ രക്ഷ നൽകുന്ന ചില വിഭാഗങ്ങളുണ്ട്. അല്ലാഹു തആല അതിനൊക്കെയുള്ള തൗഫീഖ് നമുക്ക് നൽകുമാറാവട്ടെ.
നന്നായിട്ട് ആമീൻ പറഞ്ഞോളൂ. അല്ലാഹു തആല തൗഫീഖ് ചെയ്യുമാറാകട്ടെ. അല്ലാഹു തൗഫീഖ് ചെയ്യുമാറാകട്ടെ. അതിൽപ്പെട്ട ഒരു വിഭാഗമാണ് ശുഹദാക്കൾ. ശുഹദാക്കളുടെ സ്വഭാവം എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ്. ശുഹദാക്കൾ അങ്ങനെയാണ്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രവാചകന്മാരുടെ രക്തസാക്ഷികളുടെ ഒന്നും ശരീരത്തിൽ അല്ലാഹു തആല മണ്ണുമായിട്ട് ഒരു ബന്ധവും നൽകുകയില്ല എന്നാണ് വിശ്വാസികൾ വിശ്വസിക്കേണ്ടത്. അങ്ങനെയാണ്. അതിനുള്ള തെളിവുകളുണ്ട്. പാകിസ്ഥാനിന്റെ മുൻ ചീഫ് ജസ്റ്റിസ് ആയിരുന്ന വിഖ്യാതനായ ഒരു പണ്ഡിതനുണ്ട്, മുഫ്തി മുഹമ്മദ് തഖി ഉസ്മാനി എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. അദ്ദേഹം വലിയ പണ്ഡിതനാണ്. പാകിസ്ഥാനിന്റെ ചീഫ് ജസ്റ്റിസ് ആയിരുന്നു. ഒട്ടനേകം ഗ്രന്ഥങ്ങൾ, പഠന ഗ്രന്ഥങ്ങൾ എഴുതിയ ഒരു മഹാപണ്ഡിതനാണ്. അദ്ദേഹം പറയുന്നുണ്ട്, ഒരിക്കൽ അദ്ദേഹം ഇറാഖ് സന്ദർശിച്ച ഒരു കഥ പറയുന്നുണ്ട്. അദ്ദേഹം പറയുന്നുണ്ട്, ഇറാഖ് ബഗ്ദാദിന്റെ പരിസരത്തുള്ള സൽമാൻ ജുമാ മസ്ജിദിന്റെ സമീപത്ത് ഞങ്ങൾ പോയപ്പോൾ ആ പള്ളിയുടെ മുൻപിൽ ഞങ്ങൾ രണ്ട് ഖബറുകൾ കണ്ടു. ഒന്ന് സ്വഹാബിയായ ഹുദൈഫത്ത് ഇബ്നുൽ യമാൻ റളിയല്ലാഹു അൻഹുവിന്റെ ഖബറായിരുന്നു. മറ്റൊന്ന് അബ്ദുല്ലാഹ് ഇബ്നു ജാബിർ റളിയല്ലാഹു അൻഹുവിന്റെ ഖബറുമായിരുന്നു. അദ്ദേഹം പറയുകയാണ്, ഈ സൽമാൻ ജുമാ മസ്ജിദിന്റെ മുമ്പിലുള്ള ഈ ഖബറുകൾ ഏതാനും വർഷങ്ങൾക്ക് മുൻപാണ് അവിടെ എത്തിയത്. അതിനു മുൻപ് ആ ഖബർ അവിടെ ഉണ്ടായിരുന്നില്ല. ആ ഖബറുകൾ ഉണ്ടായിരുന്നത് ടൈഗ്രീസ് നദിയുടെ ഏതാനും വാര അപ്പുറത്തായിരുന്നു. ആ കാലഘട്ടത്തിൽ 1960 കാലഘട്ടങ്ങളിലാണ് ഈ സംഭവം നടക്കുന്നതെന്ന് മുഫ്തി മുഹമ്മദ് തഖി ഉസ്മാനി എഴുതുന്നു. ആ കാലഘട്ടത്തിൽ ഇറാഖിന്റെ ഭരണസാരഥ്യത്തിൽ ഉണ്ടായിരുന്ന ആളുകൾ, ഇറാഖിന്റെ ഭരണാധികാരികൾ ആ സന്ദർഭത്തിൽ ഒരു സ്വപ്നം കാണുകയാണ്. ഈ രണ്ട് സ്വഹാബികളും അവരുടെ സ്വപ്നത്തിൽ വന്നുകൊണ്ട് പറയുന്നു, ഞങ്ങളുടെ ഖബറുകളിൽ നിന്ന് നിങ്ങൾ രക്ഷിക്കണം. ഖബറിന്റെ ഉള്ളിലേക്ക് വെള്ളം ഊർന്നു വരുന്നുണ്ട്. അവരാദ്യം സ്വപ്നം അവഗണിച്ചു. പിന്നെ അവര് തീരുമാനിച്ചു, സ്വപ്നമാണല്ലോ, പരീക്ഷിച്ചു നോക്കാം. പണ്ഡിതന്മാരോട് ചർച്ച ചെയ്തു. പണ്ഡിതന്മാര് പറഞ്ഞു, ഒരു കാര്യം ചെയ്യാം, നമുക്ക് ഏതായാലും സൽമാൻ മസ്ജിദിന്റെ പരിസരത്ത് രണ്ട് ഖബറുകൾ ഒരുക്കാം. രണ്ട് ഖബറുകൾ ഒരുക്കി. ഒരു ഹജ്ജ് കഴിഞ്ഞ സമയമാണ്. ജനങ്ങൾ ലോകം മുഴുവൻ ഈ വിവരം അറിയിച്ചു. എത്രയോ കൊല്ലങ്ങൾക്ക് മുമ്പ്, 1400 കൊല്ലങ്ങൾക്ക് മുമ്പ് മരണപ്പെട്ട് ഖബറടക്കം ചെയ്ത രണ്ടുപേരുടെ മയ്യിത്തുകൾ, ഹുദൈഫത്ത് ഇബ്നുൽ യമാൻ എന്ന വിഖ്യാതനായ സ്വഹാബിയുടെയും അബ്ദുല്ലാഹ് ഇബ്നു ജാബിർ റളിയല്ലാഹു അൻഹുവിന്റെയും മയ്യിത്തുകൾ ഖബറിനുള്ളിൽ നിന്ന് പുറത്തേക്ക് എടുക്കുന്ന രംഗം കാണാൻ പരിസര പ്രദേശങ്ങളിൽ ലക്ഷക്കണക്കിന് ആളുകൾ ഒരുമിച്ച് കൂടി. ഖബറങ്ങ് തുറക്കേണ്ട താമസം. ഒരു കേടുപാടും പറ്റാത്ത രണ്ട് മയ്യിത്തുകൾ അവർക്ക് കാണാൻ കഴിഞ്ഞു. രണ്ട് മൃതശരീരങ്ങൾ അവർക്ക് കാണാൻ കഴിഞ്ഞു. ആളുകൾ, ലക്ഷക്കണക്കിന് ആളുകൾ ഈ മയ്യിത്തുമായിട്ട് വലിയ സൗഭാഗ്യമല്ലേ. രണ്ട് സ്വഹാബികളുടെ മയ്യിത്തിനെ അവർ അനുധാവനം ചെയ്തു. ലക്ഷക്കണക്കിന് ആളുകൾ. ഇന്ത്യയിൽ നിന്ന് പോയ അദ്ദേഹം എഴുതുകയാണ്, ഇന്ത്യയിൽ നിന്ന് അന്നവിടെ ഉണ്ടായിരുന്ന മായി ബന്ധപ്പെട്ട പഠനം നടത്തിയ ഒരു വ്യക്തി ഉണ്ടായിരുന്നു. ഈ രണ്ടുപേരുടെയും കണ്ണുകൾ അദ്ദേഹം പരിശോധിച്ചു. അദ്ദേഹം എഴുതി വെച്ചു, ഒരു മനുഷ്യന്റെ ശരീരത്തിൽ നിന്ന് ജീവൻ വേർപെട്ട് കഴിഞ്ഞാൽ കണ്ണിലുണ്ടാകുന്ന ഒരു പ്രത്യേകമായ തിളക്കമുണ്ട്. ആ തിളക്കം ഇത്രയധികം കൊല്ലം കഴിഞ്ഞിട്ടും ഈ മനുഷ്യരിൽ നിന്ന് നഷ്ടപ്പെട്ടിട്ടില്ല. ആ മനുഷ്യൻ മുസ്ലിം ആവുകയും ചെയ്തു. നോക്ക് നിങ്ങൾ, ഇന്ന് സൽമാൻ മസ്ജിദിന്റെ അടുക്കലാണ് ഈ ഖബറിടമുള്ളത്. അപ്പൊ ഞാൻ പറയുന്നത്, ഖബറിനുള്ളിൽ ചോദ്യം ചെയ്യപ്പെടാത്ത ഒരു വിഭാഗമാണ്. ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, മൻ ലഖിയൽ അദുവ ഫസ്വബറ ഹത്താ യുഖ്തല ഔ യഗ്ലിബ ലം യുഫ്തൻ ഫീ ഖബ്രിഹി.
രക്തസാക്ഷിയായ ഒരാൾ ഖബറിനുള്ളിലുള്ള ശിക്ഷ അനുഭവിക്കേണ്ടി വരികയില്ല എന്ന് ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇങ്ങനെ പലരുമുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതിൽ പ്രധാനമായും എണ്ണിയത് രക്തസാക്ഷികളെ തന്നെയാണ്. വേറെ ഒരു ഹദീസിൽ കാണാം, ഒരിക്കലും സുഖപ്പെടാത്ത രോഗത്തിലായി ഒരുപാട് കാലം കടന്ന ഒരാൾ ആ രോഗത്തിന്റെ കെടുതികൾ അവൻ അനുഭവിക്കുമ്പോ ക്ഷമയോടുകൂടെ ആ രോഗത്തെ അവൻ കൈകാര്യം ചെയ്തുവെങ്കിൽ മാത ഷഹീദാ, അവൻ രക്തസാക്ഷിയായിട്ടാണ് മരിച്ചിട്ടുള്ളത്. അത് കാരണം അല്ലാഹു അവനെ ഖബറിന്റെ ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടുത്തുമെന്ന് ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ. വേറൊരു ഹദീസിൽ കാണാം, വയറുമായി ബന്ധപ്പെട്ട അസുഖം ബാധിച്ച ഒരാൾ മരണപ്പെട്ടാൽ ലം യുഅദ്ദബ് ഫീ ഖബരിഹി, അവന്റെ ഖബറിനുള്ളിൽ നിന്ന് അല്ലാഹു തമ്പുരാൻ ശിക്ഷയിൽ നിന്ന് അവരെ രക്ഷപ്പെടുത്തും. ഇനി അതിനുള്ള ചില മാർഗങ്ങൾ പറയുന്നു. എല്ലാ രാത്രിയും ഒരാൾ സൂറത്തുൽ മുൽക്ക് പാരായണം ചെയ്താൽ, തബാറക, ആ സൂറത്ത് ഒരാൾ പാരായണം ചെയ്താൽ ഉസിമ മിൻ ഫിത്നത്തിൽ ഖബർ, ഖബറിന്റെ ശിക്ഷയിൽ നിന്ന് അല്ലാഹു തആല അവനെ രക്ഷപ്പെടുത്തും. വേറെ ഒരു ഹദീസ്, ഒരാൾ സൂറത്തു സജദ അപ്രകാരം തബാറക ഉറങ്ങുന്നതിന്റെ മുമ്പ് പാരായണം ചെയ്തു ഓതിയിട്ട് കിടന്നുറങ്ങിയാൽ ആ ഉറങ്ങുന്നയാൾക്ക് അല്ലാഹു തആല ഖബറിൽ നിന്നുള്ള മോചനം നൽകുമെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. വേറെ ഒരു ഹദീസിൽ കാണുന്നത് ഇങ്ങനെയാണ്, വെള്ളിയാഴ്ച പകലിലോ വെള്ളിയാഴ്ച രാവിലോ ഏതെങ്കിലും ഒരു മുസ്ലിമായ മനുഷ്യൻ മരണപ്പെട്ട് കഴിഞ്ഞാൽ ഇല്ലാ വഖാഹുല്ലാഹു ഫിത്നത്തൽ ഖബർ, ഖബറിന്റെ ഭീകരതയിൽ നിന്ന് അല്ലാഹു തമ്പുരാൻ ആ മനുഷ്യരെ രക്ഷിക്കുമെന്ന് ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇങ്ങനെ ഖബറുമായി ബന്ധപ്പെട്ട് നമ്മുടെ ഈ പരലോക യാത്രയിൽ ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഞാൻ താൽക്കാലികമായി അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അവിടെ അവസാനിപ്പിക്കുകയാണ്. അല്ലാഹു തആല ഇതിൽ നിന്നൊക്കെ പാഠം ഉൾക്കൊള്ളുവാനും ഇതിൽ നിന്നൊക്കെ അല്ലാഹുവിനെ അടുക്കുവാനും നമുക്ക് എല്ലാവർക്കും തൗഫീഖ് ചെയ്യുമാറാകട്ടെ. വലിയ വലിയ മഹാന്മാരൊക്കെ പേടിച്ചത് ഖബറിൽ കടക്കുന്ന രംഗായിരുന്നു അല്ലേ? അബൂദർ ഗിഫാരി റളിയല്ലാഹു അൻഹു പറഞ്ഞത്, അലാ ഉഖ്ബിറുകും ബിയൗമി ഫഖരി, എന്റെ ദാരിദ്ര്യത്തിന്റെ ദിവസം ഏതാണെന്ന് ഞാൻ പറയട്ടെയോ? യൗമുൻ ഊളഉ ഫീ ഖബരി, ഞാൻ ഖബറിൽ വെക്കപ്പെടുന്ന ദിവസമാണ്. പടച്ച റബ്ബിന്റെ ദീനിന് വേണ്ടി ജീവിച്ച് ഒരു പണം പോലും കയ്യിൽ സൂക്ഷിക്കാതെ ദരിദ്രരിൽ ദരിദ്രനായി ജീവിച്ച ബഹുമാനപ്പെട്ട അബൂദർ ഗിഫാരി റളിയല്ലാഹു അൻഹു പറയുന്നത്, എന്റെ ദാരിദ്ര്യം ഈ ദുനിയാവിലെ ദാരിദ്ര്യമല്ല, എന്റെ ദാരിദ്ര്യം ഖബറിന്റെ ഉള്ളിലുള്ള ഏകാന്തതയാണ്. ഏതായാലും സഹോദരന്മാരെ, ഈ ഖബറിന്റെ ഉള്ളിൽ അല്ലാഹു തആല ഒരുപാട് കാലം മനുഷ്യരെ താമസിപ്പിക്കും. അങ്ങനെ കിടന്നാൽ എല്ലാവരും ഖബറിലാകും. തലമുറ തലമുറയായി ഖബറിലേക്ക് വീഴും. ഓരോരുത്തരും മരിച്ച് മണ്ണോട് ചേരും. അവസാനം അല്ലാഹുവിന്റെ തീരുമാനം ലോകമങ്ങ് അവസാനിപ്പിക്കാൻ. പരലോകത്തിന്റെ മറ്റൊരു ഘട്ടമാണ് ഈ യാത്രയുടെ ലോകം അവസാനിക്കുക എന്ന് പറയുന്നത്. അത് വേറൊരു വിഷയമാണ്. എന്നാലും ഒന്ന് രണ്ട് ആയത്തുകൾ മാത്രം. സൂറെന്ന കാഹളത്തിൽ ഊതപ്പെട്ട് കഴിഞ്ഞാൽ അല്ലാഹുവിന്റെ മലക്ക് ഇസ്രാഫീൽ അലൈഹിസ്സലാത്തു വസ്സലാം സൂറെന്ന കാഹളത്തിൽ വയഖൂലൂന മതാ ഹാദൽ വഅദു ഇൻ കുൻതും സ്വാദിഖീൻ. ആളുകൾ ചോദിക്കുന്നു, ഇതെന്നാ ഈ ലോകം അവസാനിക്കുക?
എന്നാണ് ആ ഭീകരമായ രംഗം? എന്നാണ് നിങ്ങൾ കുറെ കാലമായല്ലോ പറയാൻ തുടങ്ങിയിട്ട് ലോകം അവസാനിക്കും, ലോകം അവസാനിക്കും ഇന്നും അത് ചോദിക്കുന്നവരുണ്ട്. എന്നാണത്? എന്നാണ് ആ ദിവസം എന്നവർ ചോദിക്കുന്നുവെങ്കിൽ നബിയേ എന്നാണെന്നവർ ചോദിക്കുന്നു. സൂറത്ത് യാസീനാണ്. ഘോരമായ ഒരു അട്ടഹാസമല്ലാതെ മറ്റൊന്നും അവർ പ്രതീക്ഷിക്കുന്നില്ല. തഅഖുദുഹും വഹും യഖ്സിമൂൻ. ഭൗതികമായ കാര്യങ്ങളിൽ അവരിങ്ങനെ തർക്കിച്ചുകൊണ്ടിരിക്കെ അല്ലാഹു തആലയുടെ ഈ നിശ്ചയം അവരെ പിടികൂടുന്നതാണ്. അഥവാ ലോകം അവസാനിച്ചു അല്ലേ? വല്ലാത്തൊരു ഭീകരമായ രംഗം. ഖുർആൻ വല്ലാത്ത വിഹ്വലത നിറച്ചുകൊണ്ടാണ് അത് അവതരിപ്പിച്ചിട്ടുള്ളത്. മരണപ്പെട്ടു പോയവർക്കും ജീവിച്ചിരിക്കുന്നവർക്കും എല്ലാം അതിന്റെ കെടുതികൾ ഉണ്ടാകും. ഇദാ സുൽസിലത്തിൽ അർളു സിൽസാലഹാ, ഭൂമി ഇങ്ങനെ പ്രകമ്പനം കൊള്ളുന്നു. വഅഖ്റജത്തിൽ അർളു അസ്ഖാലഹാ, ഭൂമി അതിന്റെ ഭാരങ്ങളെല്ലാം പുറത്തേക്ക് വലിച്ചെറിയുന്നു. അങ്ങനെയായിരിക്കും ഭൂമിയെ അല്ലാഹു തആല നിശ്ചയിക്കുന്നത്. ഭൂമി ഇങ്ങനെ പ്രകമ്പനം കൊള്ളുന്നു. ജിന്നുകളും മനുഷ്യരും എല്ലാവരും ബേജാറാകുന്നു. അങ്ങനെ അല്ലാഹുവിന്റെ കൽപ്പന പ്രകാരം വീണ്ടും ഇസ്രാഫീൽ അലൈഹിസ്സലാം അങ്ങ് ഊതിക്കഴിഞ്ഞാൽ, സ്നേഹമുള്ളവരെ, എല്ലാവരും മരിക്കുന്നു. എല്ലാവരും മരിക്കും. ഒരാളും ഉണ്ടാവുകയില്ല. അല്ലാഹുവിന്റെ അടുക്കലേക്ക് സുപ്രധാനികളായ മലക്കുകൾ വരുമെന്ന ഒരു ഹദീസിൽ കാണാം. അല്ലാഹു ചോദിക്കും, ആരാണ് ഇനി ബാക്കിയുള്ളത്? ഇനി ജിബ്രീൽ ബാക്കിയുണ്ട്, മീകാഈൽ ബാക്കിയുണ്ട്, ഇസ്രാഫീൽ ബാക്കിയുണ്ട്, അസ്റാഈൽ ബാക്കിയുണ്ട് അലൈഹിമുസ്സലാം. ഓരോരുത്തരെയായി അല്ലാഹു തആല മരിപ്പിക്കും. കുല്ലു മൻ അലൈഹാ ഫാൻ വയബ്ഖാ വജ്ഹു റബ്ബിക ദുൽ ജലാലി വൽ ഇക്റാം. ശ്രദ്ധിക്കണേ പ്രിയപ്പെട്ടവരെ, അല്ലാഹു മാത്രം ബാക്കിയാകുന്നു. ഇനി ഒരാളുമില്ല. രാജാതിരാജനും സർവാധിനാഥനുമായ ഈ ലോകത്തിന്റെ സൃഷ്ടാവും സംഹാരകർത്താവുമായ രാജാതിരാജനായ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ആകാശഭൂമികളെ ചുരുട്ടിപ്പിടിച്ചുകൊണ്ട് ചോദിക്കുമെന്നാണ് ലിമനിൽ മുൽക്കുൽ യൗം. ഇന്നത്തെ അധികാരം ഇനി ആർക്കാണ്? ഇനി ആർക്കാണ്? കുറെ ആളുണ്ടായിരുന്നല്ലോ ഇവിടെ, ഭരണാധികാരികൾ, രാജ്യം ഭരിച്ചവരുണ്ടായിരുന്നല്ലോ, ഞാനാണ് റബ്ബെന്ന് പറഞ്ഞവരുണ്ടായിരുന്നല്ലോ. എവിടെയാണവർ? ലിമനിൽ മുൽക്കുൽ യൗം. ഇന്നത്തെ അധികാരം ആർക്കാണ്? ഒരേ ഒരു മറുപടിയേ അതിനുള്ളൂ, ലില്ലാഹിൽ വാഹിദിൽ ഖഹാർ. ഏകചക്രാധിപതിയും പരമാധികാരിയുമായ അല്ലാഹു തമ്പുരാന് മാത്രമാകുന്നു ആ അധികാരമുള്ളത്. ഒന്ന് ആലോചിച്ച് നോക്കൂ മുഅ്മിനീങ്ങളെ, നമ്മൾ അതൊക്കെയാണ് പേടിക്കേണ്ടത്, അതൊക്കെയാണ് നമ്മൾ ഭയത്തോടെ കാണേണ്ടത്. ഇദശ്ശംസു കുവ്വിറത് വഇദൻ നുജൂമു കദറത്. ഈ സൂറത്ത് ഓതി ബോധരഹിതനായി വീണു സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ്. കാരണം എന്താ? അത് ഖിയാമത്ത് നാളിനെ കണ്ണിൽ കാണുന്നത് പോലെ അവതരിപ്പിക്കുന്ന സൂറത്താണ്. റസൂലുള്ളാഹി പറഞ്ഞു, സ്വഹാബികളെ, എങ്ങനെയാണ് ഈ ഭൗതികമായ ലോകത്ത് ഞാൻ സുഖാഡംബരങ്ങളിൽ ജീവിക്കുന്നത്? റസൂലുള്ളാഹി ചോദിക്കുകയാണ്. അവിടുന്ന് അങ്ങനെ ജീവിച്ചിട്ടില്ല, അവിടുന്ന് അങ്ങനെ ജീവിച്ചിട്ടേ ഇല്ല. കാരണം പറയാൻ, കാരണം എന്തുകൊണ്ടെന്നാൽ സൂറെന്ന കാഹളത്തിൽ ഊതാൻ വേണ്ടി ഏൽപ്പിക്കപ്പെട്ട മലക്ക് ആ കാഹളം ഇങ്ങനെ ചുണ്ടോട് ചേർത്ത് പിടിക്കുകയും അല്ലാഹുവിന്റെ കൽപ്പന വരുന്നതിന് വേണ്ടി ചെവി കൂർപ്പിച്ച് നെറ്റി ചുളിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്നത് കാണുമ്പോ കൈഫ അൻഉമു ഫിദ്ദുന്യാ, എങ്ങനെയാണ് ഈ ഭൗതികമായ ലോകത്ത് ഞാൻ സുഖിക്കുന്നത്?
എല്ലാവർക്കും വലിയ സങ്കടമായി. നബിയെ, ഞങ്ങൾ എന്ത് ചെയ്യണം, ഞങ്ങൾ എന്ത് ചെയ്യണം, ഞങ്ങൾ എന്തു പറയണമെന്നാണ് അങ്ങ് പറയുന്നത്? അല്ലാഹുവിന്റെ റസൂല് മറുപടി പറഞ്ഞു, സഹാബികളെ നിങ്ങൾ പറയണം, ഹസ്ബുനല്ലാഹ്, ഞങ്ങൾക്ക് അല്ലാഹു മതി എന്ന് നിങ്ങൾ പറയണം. അങ്ങനെ നിങ്ങൾ സമാധാനം കണ്ടെത്തണമെന്ന് ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ. അങ്ങനെ എല്ലാം അവസാനിക്കും, എല്ലാം കെട്ടടങ്ങും. എല്ലാം ശാന്തമായി അല്ലാഹു തആല മറ്റൊരു ലോകമായി ഈ ലോകത്തെ പരിവർത്തിപ്പിക്കും. അതാണ് മഹ്ശർ എന്ന് പറയുന്നത്. മുഅ്മിനീങ്ങളെ, അതൊക്കെ ഒരു വലിയ വിശദീകരിക്കപ്പെടേണ്ട ഒരു സംഗതിയാണ്. ഞാൻ ചുരുക്കി 1-2 വാക്കുകളിൽ മാത്രം പറയുകയാണ്. അവിടെയുണ്ടല്ലോ നമ്മുടെ രണ്ടാം ജന്മം. രണ്ടാം ജന്മം എന്ന് പറയുന്നത് പരലോക വിശ്വാസത്തിലെ ഏറ്റവും ഉന്നതമായ ഒരു വിശ്വാസമാണ്. നിങ്ങൾ ഈ ലോകത്ത് പിറന്നിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ ഈ ലോകത്ത് ജനിച്ചവരാണെങ്കിൽ, അല്ലാഹു തമ്പുരാൻ നിങ്ങളെ രണ്ടാമതുണ്ടാക്കുക തന്നെ ചെയ്യും. അത് വിശ്വാസമാണ്. അംർ ഇബ്നു അൽ-ആസ് റളിയല്ലാഹു അൻഹുവിന്റെ ഉപ്പ ആസ് ഇബ്നു വാഇൽ ഒരു എല്ലെടുത്തുകൊണ്ട്, എന്നോ ചത്തുപോയ ഒരു കഴുതയുടെ എല്ലെടുത്തുകൊണ്ട് റസൂലുള്ളാഹിന്റെ മുമ്പിൽ വന്ന് മുസ്ലിങ്ങളെ പരിഹസിച്ചു. കണ്ടില്ലേ, എല്ലാണിത്. ഈ എല്ലിൽ നിന്ന് ഇനി എങ്ങനെയാണ് ഒരു കഴുത ഉണ്ടാവുക? എന്നിട്ട് അതിൽ നിന്ന് എങ്ങനെയാ മനുഷ്യൻ ഉണ്ടാവുമെന്ന് പറയുന്നത്? എന്ത് പോയത്തമാണ് ഈ പറയുന്നതെന്ന് ചോദിച്ചു അവൻ, പരലോകത്തെ നിഷേധിച്ചുകൊണ്ട്. യാസീൻ ഇറങ്ങി, വല്ലറബ ലനാ മസലൻ വനസിയ ഖൽഖ ഖാല മൻ യുഹീൽ ഇളാമ വഹിയ റമീം. നമ്മൾ എന്ന് ഓതുന്ന വചനങ്ങളാണ്. അല്ലാഹു പറയുകയാണ്, വല്ലറബ ലനാ മസലൻ വനസിയ ഖൽഖ. അവൻ നമ്മളുടെ മുമ്പിൽ എല്ലെടുത്തിട്ട് ഉപമ കൊണ്ടുവരികയാണ്. അവൻ എങ്ങനെ ഉണ്ടായി എന്നവൻ മറന്നിരിക്കുകയാണല്ലോ. അവൻ ചോദിക്കുന്നത്, മൻ യുഹീൽ ഇളാമ വഹിയ റമീം. ഈ എല്ലുകൾ ഇങ്ങനെ നുരുമ്പിപ്പോയതിനു ശേഷം ആരാണ് ആ എല്ലുകളെ രണ്ടാമതുണ്ടാക്കുന്നത് എന്നാണോ അവൻ ചോദിക്കുന്നത് എങ്കിൽ, നബിയെ, അങ്ങവനോട് പറയണം, യുഹീഹല്ലദീ അൻശഅഹാ അവ്വല മർറ. ഓരോ വ്യക്തിയെയും ആദ്യമായിട്ടുണ്ടാക്കിയതാരാണോ ആ അല്ലാഹു തന്നെ അവരെ രണ്ടാമതും ഉണ്ടാക്കുന്നതാണ്. ഒന്നോർത്തു നോക്കൂ മുഅ്മിനീങ്ങളെ, നമ്മെ ആദ്യം ഉണ്ടാക്കലല്ലേ പ്രയാസമുള്ളത്? ഇല്ലായ്മയിൽ നിന്ന് നമ്മെ ഉണ്ടാക്കിയ അല്ലാഹുവിന് ഇനി ഈ ഉണ്മയിൽ നിന്ന് രണ്ടാമത് നമുക്ക് ഉണ്മ നൽകുന്നതിൽ പ്രയാസമുണ്ടോ? അത് വല്ലാത്തൊരു രംഗമാണ്, വല്ലാത്തൊരു ഭീകരമായ രംഗമാണ്. ഇന്ന് നമ്മളൊക്കെ പള്ളിക്കാട്ടിലാണ്, എല്ലാവരും പള്ളിക്കാട്ടിലാണ്. ഇസ്രാഫീൽ അലൈഹിസ്സലാം അങ്ങ് ഊതിക്കഴിഞ്ഞാൽ വനുഫിഖ ഫിസ്സൂർ ഫഇദാ ഹും മിനൽ അജ്ദാസി ഇലാ റബ്ബിഹിം യൻസിലൂൻ. അല്ലാഹു പറയുകയാണ്, സൂറെന്ന കാഹളത്തിൽ ഊതപ്പെട്ടു കഴിഞ്ഞാൽ അവർ അവരുടെ രക്ഷിതാവിന്റെ അടുക്കലേക്ക് ധൃതിപ്പെട്ടു പോകുന്ന പരലോകത്തെ രംഗം. ആരുണ്ടാവുക? ഓരോരുത്തരും ഒറ്റക്ക് ആരുണ്ടാവില്ല. വല്ലാത്ത ഒരു ഭീകരമായ രംഗം. വെള്ളാങ്ങല്ലൂരിലെ കരൂപ്പടന്നയിലെ എന്റെ സഹോദരന്മാരും സഹോദരിമാരും, നിങ്ങളൊക്കെ ഏതാനും വർഷങ്ങൾക്കകം ഞാനും നിങ്ങളും മരണപ്പെട്ട് നമ്മുടെ ഖബറിന്റെ ഉള്ളിൽ പോയി ഇരിക്കുന്നു. ഇതെന്നായി ലോകം അവസാനിക്കുക? എന്നാണ് ആ ഭീകരമായ രംഗം? എന്നാണ് നിങ്ങൾ കുറെ കാലമായല്ലോ പറയാൻ തുടങ്ങിയിട്ട് ലോകം അവസാനിക്കും, ലോകം അവസാനിക്കും ഇന്നും അത് ചോദിക്കുന്നവരുണ്ട്. എന്നാണത്? എന്നാണ് ആ ദിവസം എന്നവർ ചോദിക്കുന്നുവെങ്കിൽ, നബിയേ എന്നാണെന്നവർ ചോദിക്കുന്നു. സൂറത്ത് യാസീനാണ്.
ഘോരമായ ഒരട്ടഹാസമല്ലാതെ മറ്റൊന്നും അവർ പ്രതീക്ഷിക്കുന്നില്ല. തഅഖുദുഹും വഹും യഖ്സിമൂൻ. ഭൗതികമായ കാര്യങ്ങളിൽ അവരിങ്ങനെ തർക്കിച്ചുകൊണ്ടിരിക്കെ അല്ലാഹു തആലയുടെ ഈ നിശ്ചയം അവരെ പിടികൂടുന്നതാണ്. അഥവാ ലോകം അവസാനിച്ചു അല്ലേ? വല്ലാത്തൊരു ഭീകരമായ രംഗം. ഖുർആൻ വല്ലാത്ത വിഹ്വലത നിറച്ചുകൊണ്ടാണ് അത് അവതരിപ്പിച്ചിട്ടുള്ളത്. മരണപ്പെട്ടു പോയവർക്കും ജീവിച്ചിരിക്കുന്നവർക്കും എല്ലാം അതിന്റെ കെടുതികൾ ഉണ്ടാകും. ഇദാ സുൽസിലത്തിൽ അർളു സിൽസാലഹാ, ഭൂമി ഇങ്ങനെ പ്രകമ്പനം കൊള്ളുന്നു. വഅഖ്റജത്തിൽ അർളു ഭൂമി അതിന്റെ ഭാരങ്ങളെല്ലാം പുറത്തേക്ക് വലിച്ചെറിയുന്നു. അങ്ങനെയായിരിക്കും ഭൂമിയെ അല്ലാഹു തആല നിശ്ചയിക്കുന്നത്. ഭൂമി ഇങ്ങനെ പ്രകമ്പനം കൊള്ളുന്നു. ജിന്നുകളും മനുഷ്യരും എല്ലാവരും ബേജാറാകുന്നു. അങ്ങനെ അല്ലാഹുവിന്റെ കൽപ്പന പ്രകാരം വീണ്ടും ഇസ്രാഫീൽ അലൈഹിസ്സലാം അങ്ങ് ഊതിക്കഴിഞ്ഞാൽ, സ്നേഹമുള്ളവരെ, എല്ലാവരും മരിക്കുന്നു. എല്ലാവരും മരിക്കും. ഒരാളും ഉണ്ടാവുകയില്ല. അല്ലാഹുവിന്റെ അടുക്കലേക്ക് സുപ്രധാനികളായ മലക്കുകൾ വരുമെന്ന ഒരു ഹദീസിൽ കാണാം. അല്ലാഹു ചോദിക്കും, ആരാണ് ഇനി ബാക്കിയുള്ളത്? ഇനി ജിബ്രീൽ ബാക്കിയുണ്ട്, മീകാഈൽ ബാക്കിയുണ്ട്, ഇസ്രാഫീൽ ബാക്കിയുണ്ട്, അസ്റാഈൽ ബാക്കിയുണ്ട് അലൈഹിമുസ്സലാം. ഓരോരുത്തരെയായി അല്ലാഹു തആല മരിപ്പിക്കും. കുല്ലു മൻ അലൈഹാ ഫാൻ വയബ്ഖാ വജ്ഹു റബ്ബിക ദുൽ ജലാലി വൽ ഇക്റാം. ശ്രദ്ധിക്കണേ പ്രിയപ്പെട്ടവരെ, അല്ലാഹു മാത്രം ബാക്കിയാകുന്നു. ഇനി ഒരാളുമില്ല. രാജാതിരാജനും സർവാധിനാഥനുമായ ഈ ലോകത്തിന്റെ സൃഷ്ടാവും സംഹാരകർത്താവുമായ രാജാതിരാജനായ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ആകാശഭൂമികളെ ചുരുട്ടിപ്പിടിച്ചുകൊണ്ട് ചോദിക്കുമെന്നാണ് ലിമനിൽ മുൽക്കുൽ യൗം. ഇന്നത്തെ അധികാരം ഇനി ആർക്കാണ്? ഇനി ആർക്കാണ്? കുറെ ആളുണ്ടായിരുന്നല്ലോ ഇവിടെ, ഭരണാധികാരികൾ, രാജ്യം ഭരിച്ചവരുണ്ടായിരുന്നല്ലോ, ഞാനാണ് റബ്ബെന്ന് പറഞ്ഞവരുണ്ടായിരുന്നല്ലോ. എവിടെയാണവർ? ലിമനിൽ മുൽക്കുൽ യൗം. ഇന്നത്തെ അധികാരം ആർക്കാണ്? ഒരേ ഒരു മറുപടിയേ അതിനുള്ളൂ, ലില്ലാഹിൽ വാഹിദിൽ ഖഹാർ. ഏകചക്രാധിപതിയും പരമാധികാരിയുമായ അല്ലാഹു തമ്പുരാന് മാത്രമാകുന്നു ആ അധികാരമുള്ളത്. ഒന്ന് ആലോചിച്ച് നോക്കൂ മുഅ്മിനീങ്ങളെ, നമ്മൾ അതൊക്കെയാണ് പേടിക്കേണ്ടത്, അതൊക്കെയാണ് നമ്മൾ ഭയത്തോടെ കാണേണ്ടത്. ഇദശംസു കുവ്വിറത് വഇദൻ നുജൂമു കദറത്. ഈ സൂറത്ത് അങ്ങ് ഓതി ബോധരഹിതനായി വീണു സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ്. കാരണം എന്താ? അത് ഖിയാമത്ത് നാളിനെ കണ്ണിൽ കാണുന്നത് പോലെ അവതരിപ്പിക്കുന്ന സൂറത്താണ്. റസൂലുള്ളാഹി പറഞ്ഞു, സ്വഹാബികളെ, എങ്ങനെയാണ് ഈ ഭൗതികമായ ലോകത്ത് ഞാൻ സുഖാഡംബരങ്ങളിൽ ജീവിക്കുന്നത്? റസൂലുള്ളാഹി ചോദിക്കുകയാണ്. അവിടുന്ന് അങ്ങനെ ജീവിച്ചിട്ടില്ല, അവിടുന്ന് അങ്ങനെ ജീവിച്ചിട്ടേ ഇല്ല. കാരണം പറയാൻ, കാരണം എന്തുകൊണ്ടെന്നാൽ സൂറെന്ന കാഹളത്തിൽ ഊതാൻ വേണ്ടി ഏൽപ്പിക്കപ്പെട്ട മലക്ക് ആ കാഹളം ഇങ്ങനെ ചുണ്ടോട് ചേർത്ത് പിടിക്കുകയും അല്ലാഹുവിന്റെ കൽപ്പന വരുന്നതിന് വേണ്ടി ചെവി കൂർപ്പിച്ച് നെറ്റി ചുളിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്നത് കാണുമ്പോ കൈഫ അൻഉമു ഫിദ്ദുനിയാ, എങ്ങനെയാണ് ഈ ഭൗതികമായ ലോകത്ത് ഞാൻ സുഖിക്കുന്നത്? എല്ലാവർക്കും വലിയ സങ്കടമായി. നബിയെ, ഞങ്ങൾ എന്തു ചെയ്യണം? ഞങ്ങൾ എന്തു ചെയ്യണം? ഞങ്ങൾ എന്തു പറയണമെന്നാണ് അങ്ങ് പറയുന്നത്? അല്ലാഹുവിന്റെ റസൂല് മറുപടി പറഞ്ഞു, സഹാബികളെ, നിങ്ങൾ പറയണം, ഹസ്ബുനല്ലാഹ്, ഞങ്ങൾക്ക് അല്ലാഹു മതി എന്ന് നിങ്ങൾ പറയണം. അങ്ങനെ നിങ്ങൾ സമാധാനം കണ്ടെത്തണമെന്ന് ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ. അങ്ങനെ എല്ലാം അവസാനിക്കും.
എല്ലാം കെട്ടടങ്ങും. എല്ലാം ശാന്തമായി അല്ലാഹു തആല മറ്റൊരു ലോകമായി ഈ ലോകത്തെ പരിവർത്തിപ്പിക്കും. അതാണ് മഹ്ശർ എന്ന് പറയുന്നത്. മുഅ്മിനീങ്ങളെ, അതൊക്കെ ഒരു വലിയ വിശദീകരിക്കപ്പെടേണ്ട ഒരു സംഗതിയാണ്. ഞാൻ ചുരുക്കി 1-2 വാക്കുകളിൽ മാത്രം പറയുകയാണ്. അവിടെയുണ്ടല്ലോ നമ്മുടെ രണ്ടാം ജന്മം. രണ്ടാം ജന്മം എന്ന് പറയുന്നത് പരലോക വിശ്വാസത്തിലെ ഏറ്റവും ഉന്നതമായ ഒരു വിശ്വാസമാണ്. നിങ്ങൾ ഈ ലോകത്ത് പിറന്നിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ ഈ ലോകത്ത് ജനിച്ചവരാണെങ്കിൽ, അല്ലാഹു തമ്പുരാൻ നിങ്ങളെ രണ്ടാമതുണ്ടാക്കുക തന്നെ ചെയ്യും. അത് വിശ്വാസമാണ്. അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹുവിന്റെ ഉപ്പ ആസ് ഇബ്നു വാഇൽ ഒരു എല്ലെടുത്തുകൊണ്ട്, എന്നോ ചത്തുപോയ ഒരു കഴുതയുടെ എല്ലെടുത്തുകൊണ്ട് റസൂലുള്ളാഹിന്റെ മുമ്പിൽ വന്ന് മുസ്ലിങ്ങളെ പരിഹസിച്ചു. കണ്ടില്ലേ, എല്ലാണിത്. ഈ എല്ലിൽ നിന്ന് ഇനി എങ്ങനെയാണ് ഒരു കഴുത ഉണ്ടാവുക? എന്നിട്ട് അതിൽ നിന്ന് എങ്ങനെയാ മനുഷ്യൻ ഉണ്ടാവുമെന്ന് പറയുന്നത്? എന്ത് പോയത്തമാണ് ഈ പറയുന്നതെന്ന് ചോദിച്ചു അവൻ, പരലോകത്തിൽ നിഷേധിച്ചുകൊണ്ട്. യാസീൻ ഇറങ്ങി, വല്ലറബ ലനാ മസലൻ വനസിയ ഖൽഖ ഖാല മൻ യുഹീൽ ഇളാമ വഹിയ റമീം. നമ്മൾ എന്ന് ഓതുന്ന വചനങ്ങളാണ്. അല്ലാഹു പറയുകയാണ്, വല്ലറബ ലനാ മസലൻ വനസിയ ഖൽഖ. അവൻ നമ്മളുടെ മുമ്പിൽ എല്ലെടുത്തിട്ട് ഉപമ കൊണ്ടുവരികയാണ്. അവൻ എങ്ങനെ ഉണ്ടായി എന്നവൻ മറന്നിരിക്കുകയാണല്ലോ. അവൻ ചോദിക്കുന്നത് മൻ യുഹീൽ ഇളാമ വഹിയ റമീം. ഈ എല്ലുകൾ ഇങ്ങനെ നുരുമ്പിപ്പോയതിനു ശേഷം ആരാണ് ആ എല്ലുകളെ രണ്ടാമതുണ്ടാക്കുന്നത് എന്നാണോ അവൻ ചോദിക്കുന്നത് എങ്കിൽ, നബിയെ, അങ്ങവനോട് പറയണം, യുഹീഹല്ലദീ അൻശഅഹാ അവ്വല മർറ. ഓരോ വ്യക്തിയെയും ആദ്യമായിട്ടുണ്ടാക്കിയതാരാണോ ആ അല്ലാഹു തന്നെ അവരെ രണ്ടാമതും ഉണ്ടാക്കുന്നതാണ്. ഒന്നോർത്തു നോക്കൂ മുഅ്മിനീങ്ങളെ, നമ്മെ ആദ്യം ഉണ്ടാക്കലല്ലേ പ്രയാസമുള്ളത്? ഇല്ലായ്മയിൽ നിന്ന് നമ്മെ ഉണ്ടാക്കിയ അല്ലാഹുവിന് ഇനി ഈ ഉണ്മയിൽ നിന്ന് രണ്ടാമത് നമുക്ക് ഉണ്മ നൽകുന്നതിൽ പ്രയാസമുണ്ടോ? അത് വല്ലാത്തൊരു രംഗമാണ്, വല്ലാത്തൊരു ഭീകരമായ രംഗമാണ്. ഇന്ന് നമ്മളൊക്കെ പള്ളിക്കാട്ടിലാണ്, എല്ലാവരും പള്ളിക്കാട്ടിലാണ്. ഇസ്രാഫീൽ അലൈഹിസ്സലാം അങ്ങ് ഊതിക്കഴിഞ്ഞാൽ വനുഫിഖ ഫിസ്സൂർ ഫഇദാ ഹും മിനൽ അജ്ദാസി ഇലാ റബ്ബിഹിം യൻസിലൂൻ. അല്ലാഹു പറയുകയാണ്, സൂറെന്ന കാഹളത്തിൽ ഊതപ്പെട്ടു കഴിഞ്ഞാൽ അവർ അവരുടെ രക്ഷിതാവിന്റെ അടുക്കലേക്ക് ധൃതിപ്പെട്ടു പോകുന്ന പരലോകത്തെ രംഗം. ആരുണ്ടാവുമെന്ന്? ഓരോരുത്തരും ഒറ്റക്ക് ആരുണ്ടാവില്ല. വല്ലാത്ത ഒരു ഭീകരമായ രംഗം. വെള്ളാങ്ങല്ലൂരിലെ കരൂപ്പടന്നയിലെ എന്റെ സഹോദരന്മാരും സഹോദരിമാരും, നിങ്ങളൊക്കെ ഏതാനും വർഷങ്ങൾക്കകം ഞാനും നിങ്ങളും മരണപ്പെട്ട് നമ്മുടെ ഖബറിന്റെ ഉള്ളിൽ പോയി ഉറങ്ങിയതിനു ശേഷം നമ്മളെ അല്ലാഹുവിന്റെ തീരുമാനപ്രകാരം പുറത്തു കൊണ്ടുവരുമ്പോ റസൂലുള്ള പറയുന്നു, തമൂതു വതുബഅസൂന കമാ തമൂതൂൻ. എങ്ങനെയാണ് നിങ്ങൾ മരിച്ചത് അതിനനുസരിച്ച് നിങ്ങൾ പുനരുദ്ധാനം നൽകപ്പെടും. ഒരു ഹദീസിൽ കാണാം, നിങ്ങൾ ഇഹ്റാമിൽ പ്രവേശിച്ച ഒരു വ്യക്തി മരണപ്പെട്ടു കഴിഞ്ഞാൽ നിങ്ങൾ അവനെ ഇഹ്റാമിലായി മറമാടണം. പുരുഷനാണെങ്കിൽ അവന്റെ തല നിങ്ങൾ മറക്കരുത്. അതുപോലെ സ്ത്രീകളാണെങ്കിൽ അവരുടെ മുഖവും കൈകളും നിങ്ങൾ മറക്കരുത്. എന്തുകൊണ്ടെന്നാൽ ആ ഇഹ്റാമിന്റെ വസ്ത്രത്തിൽ അവർ മറമാടപ്പെട്ടു കഴിഞ്ഞാൽ ഫഇന്നഹു യുബ്അസു യൗമൽ ഖിയാമത്തി മുലബ്ബിയാ. അല്ലാഹുവിന്റെ അടുക്കലേക്ക് അന്ത്യദിനത്തിൽ പരലോകത്തേക്ക് പുനരുദ്ധാന വേളയിൽ അവർ നടന്നു വരുന്നത് ലബ്ബൈക അല്ലാഹുമ്മ ലബ്ബൈക ലബ്ബൈക ലാ ശരീക ലക ലബ്ബൈക
ഇന്നൽ ഹംദ വന്നിഅമത ലക വൽ മുൽക് ലാ ശരീക ലക എന്ന മന്ത്രവുമായിട്ടായിരിക്കുമെന്ന് ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി. എല്ലാവരും സ്വലാത്ത് ചൊല്ലൂ. മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്തായിരിക്കും രംഗം? റസൂലുള്ള പറഞ്ഞു, ഖബറിന്റെ ഉള്ളിൽ നിന്ന് എഴുന്നേറ്റ് വരുന്ന ചില ആളുകൾ അല്ലാഹു തആലയുടെ കൽപ്പന പ്രകാരം അവർ കാലിന് മുകളിൽ നടക്കുകയില്ല. അവർ നടക്കുന്നത് മുഖം കുത്തിയിട്ടായിരിക്കും. കാല് മുകളിലേക്കും മുഖം താഴോട്ടുമാക്കിയിട്ട്. കാരണം ദുനിയാവിൽ അവരിങ്ങനെ വലിയ അഹങ്കാരികളായി നടന്നവരാണ്. ഇന്ന് അവരങ്ങനെയാണ് നടക്കുന്നത്. ഖബറിന്റെ ഉള്ളിൽ നിന്ന് വരുമ്പോഴേ സഹാബികൾ ചോദിച്ചു, നബിയേ, എങ്ങനെയാണ് അവർ അവരുടെ മുഖത്തിന്റെ മുകളിൽ നടക്കുന്നത് യാ റസൂലല്ലാഹ്? അത് കഴിയുമോ മുഖം കൊണ്ട് നടക്കാൻ? അവിടുന്ന് മറുപടി പറയുന്നത് ഇങ്ങനെയാണ്, ഇന്നല്ലദീ അംശാഹും അലാ അഖ്ദാമിഹിം. ഏതൊരു രക്ഷിതാവാണോ രണ്ട് കാലിന്റെ മുകളിൽ അവരെ നടത്തിയിട്ടുള്ളത്, ഖാദിറുൻ അലാ അയ്യുംശിയഹും അലാ വുജൂഹിഹിം. ആ അല്ലാഹു തമ്പുരാൻ അവരുടെ മുഖത്തിന്റെ മേളിൽ നടത്താൻ കഴിയുന്നവനാണെന്ന് ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഖബറുകൾ പൊട്ടിപ്പിളരും. ഈയാം പാറ്റകളെ പോലെ നമ്മൾ അതിന്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് വരും. കൽ ഫറാശിൽ മബ്സൂസ്. അങ്ങനെയായിരിക്കും. ഈയാം പാറ്റകളെ പോലെ വരും പരലോകത്തേക്കുള്ള യാത്ര. അല്ലേ? പിന്നെ ആരും അറിയില്ല. പിന്നെ മഹ്ശറിലേക്ക് ഓടുകയാണ്. ഇലാ റബ്ബിഹിം യൻസിലൂൻ ഖാലൂ യാ വൈലനാ മൻ ബഅസനാ മിൻ മർഖദിനാ. അവര് അട്ടഹസിക്കുകയാണ്, അല്ലാഹുവേ, ഞങ്ങൾ ഇതുവരെ ഉറങ്ങുകയായിരുന്നല്ലോ. ആരാണ് ഈ ഉറക്കറയിൽ നിന്ന് ഞങ്ങളെ എഴുന്നേൽപ്പിച്ചത്? അല്ലാഹുവേ, എന്തൊരു ഉറക്കമായിരുന്നു ഞങ്ങൾ. ആരാണ് റബ്ബേ ഞങ്ങളെ ഈ ഉറക്കറയിൽ നിന്ന് എഴുന്നേൽപ്പിച്ചത്? ആ സമയത്ത് വിശ്വാസികൾ അല്ലാഹു തമ്പുരാൻ നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. നമ്മളെപ്പോലെ വഅദ് കേട്ടവർ, അത് ഉൾക്കൊണ്ടവർ, അത് പേടിച്ചവർ പറയുന്നത് ഹാദാ മാ വഅദർ റഹ്മാനു വസദഖൽ മുർസലൂൻ. ഇത് തന്നെയാണ് നമ്മളോട് പ്രവാചകന്മാർ പറഞ്ഞത്. ഇത് തന്നെയാണ് നമ്മൾ വഅദുകളിൽ കേട്ടത്. ഇത് തന്നെയാണ് നമ്മളോട് അല്ലാഹുവിന്റെ ദൂതന്മാർ പറഞ്ഞതെന്നവർ മറുപടി പറയും. പല രീതിയിൽ അവർ മഹ്ശറിലേക്ക് പോകും. റുക്ബാനൻ വമുശാത്തൻ അലാ വുജൂഹിഹിം. ഓരോ രീതിയിൽ അവർ പോകുമ്പോ ഓരോ വ്യക്തിയുടെയും രൂപം ഹുഫാത്തൻ ഉറാത്തൻ ഉർലാ. അവരുടെ മാർഗം കഴിക്കപ്പെടാത്തവരായി, അവരുടെ ശരീരത്തിൽ വസ്ത്രമില്ലാത്തവരായി, അവരുടെ കാലുകളിൽ ചെരിപ്പില്ലാത്തവരായി അവർ പോവുകയാണ് മഹ്ശറിലേക്ക്. ഇനി അവിടെ ഉമ്മയില്ല, വാപ്പയില്ല. ഓരോരുത്തരും ഓടി അകലുകയാണ്. എല്ലാവരും ഓടുകയാണ്. പരസ്പരം കാണാൻ മടിക്കുകയാണ്. എല്ലാവരും ഓടി അകലുന്നു. യൗമ യഫിറുൽ മർഉ മിൻ അഖീ. സഹോദരനെ കാണാൻ കഴിഞ്ഞില്ല. കാരണം ഇവനെ കൂട്ടിയിട്ടാണ് സിനിമക്ക് പോയത്. ഇവന്റെ പിന്നിലാണ് മദ്യശാലയിൽ ക്യൂ നിന്നത്. കാണാൻ കഴിയുന്നില്ല. വ ഉമ്മിഹി വ അബീ. ഉമ്മയെ കാണാൻ കഴിയുന്നില്ല. കാരണം ഈ ഉമ്മയാണ് രാത്രി 12 മണി കഴിഞ്ഞ് സെക്കൻഡ് ഷോ കഴിഞ്ഞു വരുമ്പോ ഇവന് വാതിൽ തുറന്നു കൊടുത്ത ഉമ്മയാണ്. വസ്വാഹിബതിഹി വബനി. 7 മണിയായി 8 മണിയായി സുബഹി ഖളാ ആയിട്ടും ഒന്ന് തട്ടി ഉണർത്തി വിളിച്ചിട്ട് സുബഹി നിസ്കരിക്കാൻ പ്രേരിപ്പിക്കാത്ത ഭാര്യയും ഭർത്താവുമാണെങ്കിൽ അവിടെ നിന്ന് നോക്കുന്നില്ല, കാണുന്നില്ല, ഓടുകയാണ്. ഓടി ഓടി എങ്ങോട്ടോടും എങ്ങോട്ടും ഓടാനില്ല. കാരണം തിക്കാണ്, തിരക്കാണ്. അമ്പുകൾ നിറക്കപ്പെട്ടതുപോലെ, അമ്പുകൾ ഇങ്ങനെ ആവനാഴിയിൽ നിറക്കപ്പെട്ടതുപോലെ മനുഷ്യരിങ്ങനെ ഭീകരതയിൽ കിടന്നുകൊണ്ട് വെന്തുരുകുകയാണ്. കൈഫ ബികും ഇദാ ജമഅകുമുല്ലാഹ് കമാ തുജ്മഉൻ നബ്ലു ഫിൽ കിനാന. സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബികളോട് ചോദിച്ചു, എങ്ങനെ ഉണ്ടാകും
അമ്പുകൾ മുഴുവൻ ആവനാഴിയിൽ ഒരുമിച്ച് കൂട്ടപ്പെട്ട് നിങ്ങളെ അതുപോലെ ഒരുമിച്ച് കൂട്ടിയാൽ എങ്ങനെയുണ്ടാകും എന്ന് ചോദിച്ചു. അല്ലാഹു തആല ഒരു നിരീക്ഷണം നടത്താതെ ഭീകരമായ രംഗം. ഇന്നിപ്പോ നമുക്കെന്താ ഒരു സമാധാനം? ഒരു കൂട്ടാളുകൾ ഉണ്ടാവുമ്പോ നമുക്ക് വലിയ സമാധാനം. ഒരു കൂട്ടാളുകൾ ഉണ്ടാവുമ്പോ, കാരണം ആൾക്കൂട്ടത്തിലാവുമ്പോ ഞാൻ കുറ്റവാളിയാണെങ്കിലും എന്നെ ആരും ശ്രദ്ധിക്കൂലല്ലോ. എന്നാൽ അവിടെ അങ്ങനെയല്ല. ബഹുമാനപ്പെട്ട ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഓരോരുത്തരും കരുതുന്നത് അല്ലാഹുവേ ഞാൻ മാത്രമാണോ അല്ലാഹ് ഇവിടെ ഒറ്റക്കാട് റബ്ബേ, ഞാൻ ഏകനാണല്ലോ, ജബ്ബാറായ റബ്ബ്, ഖഹാറായ റബ്ബ്, എന്നെ മാത്രമാണല്ലോ അല്ലാഹ് നോക്കുന്നത് എന്ന് ഓരോ മനുഷ്യനും തോന്നുന്നുവെന്ന് ബഹുമാനപ്പെട്ട ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു പറയുകയാണ്. അതാണെങ്കിലോ ശിക്ഷ തന്നെ ചിലത് തുടങ്ങും ചെയ്തിട്ടുണ്ട്. സക്കാത്ത് കൊടുക്കാൻ മടിച്ച ഒരാൾ ആ സക്കാത്തിന്റെ ധനം മുഴുവൻ അല്ലാഹു തമ്പുരാൻ 2 സർപ്പത്തിന്റെ രൂപത്തിലായി അവന്റെ കഴുത്തിൽ മഹ്ശറാവൻ സഭയിൽ വെച്ച് അണിയിക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു തആല നമ്മെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. എല്ലാവരും ആമീൻ പറയൂ നന്നായിട്ട്. നിനക്ക് നിഷേധിക്കുന്ന വലിയ ഒരു ലോകത്താണ് നമ്മളൊക്കെ ജീവിക്കുന്നത്. ഇതൊക്കെ ഉണ്ടോ എന്ന് സംശയിക്കുന്നവർ, അങ്ങനെയുള്ളവരോടുള്ള മറുപടി കൂടെ പറഞ്ഞ് ഞാൻ തൽക്കാലം അത് അവസാനിപ്പിക്കുകയാണ്. കേൾക്കുന്ന നിങ്ങൾക്കറിയാം പരലോകത്തിന്റെ ഒരു ഭാഗവുമായിട്ടില്ല എന്ന്, മഹ്ശറിന്റെ കുറിച്ചൊന്നുമായിട്ടില്ല, വിചാരണയെ കുറിച്ചൊന്നുമായിട്ടില്ല. ഇങ്ങനെ ഓരോന്നും കടല് പോലെയുള്ള വിഷയങ്ങളാണ്. എന്നാൽ ഇത് മാത്രം പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുന്നു. കുല്ലു നഫ്സിൻ മഅഹാ സായിഖുൻ വശഹീദ്. ഓരോ മനുഷ്യനും മഹ്ശറിലേക്ക് അല്ലാഹു തആല കൊണ്ടുവരുമ്പോ ആ മഹ്ശറിലേക്ക് കൊണ്ടുവരുന്നത് അവനെ നയിക്കാൻ ഒരു മലക്കും അവനെ തൊലിക്കാൻ വേറെ ഒരു മലക്കും ഉണ്ടാകും. 2 മലക്കുകളുടെ അകമ്പടിയോടെ. എന്നിട്ട് അല്ലാഹു പറയുകയാണ്, ലഖദ് കുൻത ഫീ ഗഫ്ലത്തിൻ മിൻ ഹാദാ, ഇങ്ങനെ ഒരു കാര്യം ഉണ്ടാകുമെന്ന് നീ അശ്രദ്ധനായിരുന്നുവല്ലോ. എന്റെ ഉമ്മമാരെ, സിനിമകൾ ഒഴിവുള്ള സമയത്ത് കാണുമ്പോ, സീരിയലിന്റെ മുമ്പിൽ നിങ്ങൾ ഇങ്ങനെ ഇരിക്കുമ്പോ മറ്റുള്ളവരോട് കൂടി കളികളും തമാശകളും പറഞ്ഞ് നിങ്ങൾ ഇങ്ങനെ കുറ്റങ്ങളൊക്കെ പറഞ്ഞ് എന്റെയും നിങ്ങളുടെയും സമയം നമ്മൾ നഷ്ടപ്പെടുത്തുമ്പോ അല്ലാഹുവിന്റെ ചോദ്യം ഖുർആനിലുണ്ട്. ലഖദ് കുൻത ഫീ ഗഫ്ലത്തിൻ മിൻ ഹാദാ, ഇത്യാദി കാര്യങ്ങളെ കുറിച്ച് നിങ്ങൾ അശ്രദ്ധരായിരുന്നുവല്ലോ. എന്നാൽ ഇന്നാ പിടിച്ചോളൂ, ഫബസറുകൽ യൗമ ഹദീദ്, ഇന്ന് നിങ്ങളെല്ലാം കണ്ടുകൊള്ളൂ. നിങ്ങളുടെ കണ്ണ് നല്ല മൂർച്ചയുള്ള കണ്ണല്ലേ? അന്ന് കാണില്ല എന്ന് പറയുന്നത് ഇന്ന് കാണുന്നില്ലേ? എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഒരു കാര്യം കൂടെ ഞാൻ പറയുകയാണ്. ഇവിടെ നിന്ന് നമ്മെ രക്ഷപ്പെടുത്തുന്നത്, ഓരോ ഘട്ടങ്ങളിലും നമ്മെ സഹായിക്കുന്നത് നമ്മുടെ അമലുകൾ മാത്രമാണ്. നമ്മുടെ നിസ്കാരവും നമ്മുടെ നോമ്പും നമ്മുടെ ഖുർആനും നമ്മുടെ സ്വതക്കയും മാത്രമാണ്. ഖബറിനുള്ളിലും മരണവേളയിലും മഹ്ശറിലും എല്ലായിടത്തും ഈ യാത്രയിൽ മുഴുവൻ നമുക്ക് തണലാകുന്നത് ഒന്ന് നമ്മുടെ സൽക്കർമ്മങ്ങളും ആ സൽക്കർമ്മങ്ങൾക്ക് നമുക്ക് പ്രചോദനം നൽകിയ ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ. സ്വലാത്ത് മറക്കല്ലേ. നബി മുഹമ്മദ് മുസ്തഫ, നബി മുഹമ്മദ് മുസ്തഫ. അവിടുത്തെയോടുള്ള സ്നേഹം, അവിടുത്തെയോടുള്ള പിൻപറ്റൽ, അവിടുത്തെയോടുള്ള സുന്നത്തുകളെ അനുധാവനം ചെയ്യൽ, ഇത് നമ്മെ രക്ഷപ്പെടുത്തുമെന്ന് ഞാൻ പറയേണ്ടതില്ലല്ലോ. അവിടുത്തെയുടെ മേൽ സ്വലാത്ത് ചൊല്ലുക, നബിയുടെ മേൽ സ്വലാത്ത് ചൊല്ലുക. ഇന്ന ഔലന്നാസി ബി യൗമൽ ഖിയാമ, അന്ത്യനാളിൽ എന്നോട് ഏറ്റവും കൂടുതൽ അടുത്ത ആളുകൾ അക്സറുഹും അലയ്യ സ്വലാത്ത, എന്റെ മേൽ ധാരാളം സ്വലാത്തുകൾ ചൊല്ലിയ ആളുകളാണ് ണെന്ന് ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ
സല്ലല്ലാഹു അലൈഹി വസല്ലം നബിയുടെ മേൽ സ്വലാത്തുകൾ ചൊല്ലുക. അസ്സലാമു അലൽ മുഖദ്ദമിൽ ഇമാമ അസ്സലാമു അലൽ മുശഫഇ ഫിൽ ഖിയാമ. അതും കൂടെ പറഞ്ഞ് നമ്മൾ നിർത്തുകയാണ്. നബിയെ സ്നേഹിക്കുക. ഒരിക്കലും നമ്മെ അവിടുന്ന് ഒരിക്കലും നമ്മെ മറന്നിട്ടില്ലല്ലോ. നമ്മൾ അവിടുത്തെയും മറക്കാൻ പാടില്ല. അവിടുത്തെ ശഫാഅത്തിന് വേണ്ടി നമ്മൾ ഇങ്ങനെ അല്ലാഹുവിന്റെ റസൂലിനോട് അടുത്തുകൊണ്ടേയിരിക്കുക. നബിയെ സ്നേഹിക്കുക. അവിടുത്തെ ഇങ്ങനെ വല്ലാതെ ഇഷ്ടപ്പെട്ട് അവിടുത്തെ മദ്ഹുകളിലായി അവിടുത്തെ സ്വലാത്തുകളിലായി ആരെങ്കിലും എന്റെ മേലിൽ ഒരു വെള്ളിയാഴ്ച ദിവസം 300 സ്വലാത്തുകൾ ചൊല്ലിയാൽ റസൂലുള്ള പറയുകയാണ്, അവൻ മരിക്കുന്ന സമയത്ത് സ്വർഗ്ഗത്തിലുള്ള അവന്റെ ഇരിപ്പിടം അല്ലാഹു അവന് കാണിച്ചു കൊടുക്കുമെന്ന് ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ. ഉറക്കെ മുഹമ്മദ് മുസ്തഫ. അല്ലാഹു തൗഫീഖ് ചെയ്യുമാറാകട്ടെ.